വീണ്ടും ഒരിക്കൽ കൂടെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ആരാധനാക്രമത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി ഒരു കൂട്ടായ്മയായി ദൈവിക രഹസ്യങ്ങൾ, പ്രത്യേകിച്ച് ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ദൈവിക രഹസ്യങ്ങൾ പഠനവിധേയമാക്കുന്നത് അത് സ്വർഗത്തിൻ്റെ വലിയ സന്തോഷമാണ്. സ്വർഗരാജ്യം സന്തോഷിക്കുന്ന സമയമാണത് എന്നറിയാം. കാരണം ദൈവം നമുക്ക് ചെയ്ത ഏറ്റവും വലിയ കാര്യം, ദൈവമായിരുന്നിട്ടും ദൈവത്തിന് ചെയ്യേണ്ടതില്ലാതിരുന്നിട്ടും അവിടുത്തെ വലിയ ബെനവളൻസിൽ നിന്ന്, അവിടുത്തെ വലിയ ഔദാര്യത്തിൽ നിന്ന് നമുക്ക് നൽകിയ രക്ഷ, തൻ്റെ സ്വപുത്രൻ്റെ പീഡാസഹന, കുരിശുമരണ, സംസ്കാര, ഉത്ഥാനങ്ങളിലൂടെയുള്ള രക്ഷയാണ്. ആ രക്ഷയും ആ രക്ഷയുടെ ഫലങ്ങളും ആ രക്ഷയുടെ പ്രവൃത്തിയും യുഗാന്ത്യം വരെ ദൈവം സംരക്ഷിച്ചിരിക്കുന്നത് തിരുസഭയുടെ ആരാധനാക്രമത്തിൻ്റെ ഉള്ളിലാണ്. ആരാധനാക്രമത്തിൽ ഭാഗഭാക്കുകളാകുന്നവർക്ക് അത് സംലഭ്യമാണ്. ഓരോ ദിവസവും പരിശുദ്ധ സഭയുടെ ആരാധനാക്രമത്തിൻ്റെ വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ, കൂദാശകളുടെ വിവിധ കൂദാശകളുടെ പരികർമ്മങ്ങളിലൊക്കെ പങ്കുചേരാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മളത് വെറുതെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയായിട്ട് അല്ല നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് നമുക്കറിയാം. വെറുതെ ഒരു എന്താ പറയുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന വീട്ടിലൊരു കുരിശുവര പോലെയൊന്നും അല്ലല്ലോ ആരാധനാക്രമത്തിൽ പങ്കുചേരുന്നത്. അതിന് വലിയ ഒരുക്കം ആവശ്യമുണ്ട്. അതിൻ്റെ ഉള്ളർത്ഥങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധ സഭയാണത് അത് പരികർമ്മം ചെയ്യുന്നത് നമ്മൾ അറിയണം. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുകൂടെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ആരാധനാക്രമത്തിലുള്ള പങ്കുചേരൽ. നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാൻ പോകുന്നത് ആരാധനാക്രമത്തിൻ്റെ അന്തസത്തയെക്കുറിച്ച്, അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ആരാധനാക്രമം അതിലെന്തൊക്കെ ഉൾച്ചേർന്നിരിക്കുന്നു എന്നതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിലെ കൗൺസിലിന് ലിറ്റർജിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ അവസാനം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ആകാംക്ഷ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് കൗൺസിൽ ഏത് തരത്തിലുള്ള അനുരൂപണങ്ങളാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, ആരാധനാക്രമത്തിൻ്റെ ഗാനങ്ങൾ, ഗീതങ്ങൾ അതെങ്ങനെയായിരിക്കണം, അതിൻ്റെ അടയാളങ്ങൾ എങ്ങനെയായിരിക്കണം, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് തുടങ്ങുന്ന നമുക്ക് സുപരിചിതമായ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അത് ഒത്തിരി രസകരമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനു മുൻപ് നമുക്ക് പറയേണ്ട അടിസ്ഥാനങ്ങളുണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ, അടിസ്ഥാനങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അപ്പം അതിനെയും അതേ സന്തോഷത്തോടു കൂടെ, സ്നേഹത്തോടു കൂടെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാകാനൊക്കെ പറ്റുന്നത്. ആരാധനാക്രമം ചില ആളുകളൊക്കെ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ എന്തിനാണത് ഇങ്ങനെയൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് അല്ലേ? പരിശുദ്ധ കുർബാനയിലെ അനാഫറ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ സാധാരണ ഒരാൾക്ക് നല്ല പാടായിരിക്കും മനസ്സിലാക്കാൻ അല്ലേ? അച്ഛൻ അവിടെ നിന്ന് ഏതൊക്കെയോ കടിച്ചാൽ പൊട്ടാത്ത തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു, ഒരു പ്രത്യേക ഭാഷയിൽ സംസാരിക്കുന്നു. നമ്മുടെ അടുത്തുള്ള ഈശോയോട് നമ്മൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടതെന്ന് എന്നോട് ഒരു ചേട്ടൻ പണ്ട് ചോദിച്ച് ഞാൻ ഓർക്കുന്നു. നമ്മൾ കർത്താവിനോട്, എൻ്റെ ഈശോയെ, നിനക്ക് എൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, എനിക്കൊരു സഹായമൊക്കെ വേണമെന്ന് നിനക്കറിയാമല്ലോ, എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ എന്ന പോലെ നമുക്ക് പറയാൻ പറ്റുന്ന പോലെയല്ലേ ആബാ പിതാവേ എന്ന് വിളിക്കാനായിട്ട്? ഈശോ തന്നെ പിതാവിനെ നമ്മൾ വിളിക്കാൻ പഠിപ്പിച്ചത് ആബ എന്നാണ്. ആബ എന്ന് പറഞ്ഞാൽ ഹെബ്രായ പ്രയോഗത്തിൽ അത് കുട്ടികൾ ഏറ്റവും ലോക്കലായി, കാഷ്വലായി അപ്പനെ വിളിക്കുന്ന വാക്കാണ് ആബ എന്ന് പറഞ്ഞാൽ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പിതാവേ എന്ന് വിളിക്കുന്ന പോലത്തെ അല്ല. നമ്മൾ ചില ആളുകൾ ചാച്ചാന്നോ പപ്പാന്നോ അപ്പച്ചാന്നൊക്കെ വിളിക്കുന്ന പോലത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വാക്കാണ്. അപ്പൊ അത്രയും സിമ്പിളായിട്ടുള്ള വാക്ക് ഉപയോഗിച്ച് ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ച ദൈവത്തോടാണോ നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് മനുഷ്യന് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം ഭാഷയിൽ സംസാരിക്കുന്നത്? അതുപോലെ തന്നെ അതിന് ചിലപ്പം ചില അച്ഛന്മാർക്ക് ഇങ്ങനെ ഈണത്തിലൊക്കെ ചെല്ലുകയും ചാൻഡിയൊക്കെ ചെയ്യും. ഇതെന്ത് പരിപാടിയാണ്? ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ആ അച്ഛൻ്റെ കുർബാന കൂടാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പ്രത്യേകത? അപ്പൊ പറഞ്ഞു, ആ അച്ഛൻ നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ചുമ്മാ ഇങ്ങനെ ആലപിക്കുന്ന പോലെയൊന്നും അല്ല കുർബാന ചെല്ലുന്നത്. അച്ഛൻ ഇങ്ങനെ കാര്യം കൃത്യമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ആ അച്ഛൻ്റെ കുർബാന കൂടാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ. അപ്പൊ ആളുകളുടെ മനസ്സിലൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ, ഇതെന്ത് തരം ഭാഷയാണ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളതിനെ അപ്പം എന്ത് മറുപടിയാണ് നിങ്ങളുടെ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാറുള്ളത് എന്നൊക്കെ ആലോചിച്ച് നോക്കാം. ഒരു ലിറ്റർജിക്കൽ ലാംഗ്വേജ് ഉണ്ട് എന്ന് നമുക്ക് എന്തായാലും അറിയാം. ഒരു ആരാധനാക്രമ ഭാഷ തന്നെയുണ്ട്. ഈ ആരാധനാക്രമത്തിൻ്റെ ഒരു പ്രത്യേകത, അത് സംസാരിക്കുന്ന നമ്മുടെ കാഷ്വൽ ടോക്കിന്റെ ഭാഷയല്ല, അത് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയായതുകൊണ്ട് ആ ഭാഷയ്ക്ക് ശകലം പ്രത്യേകതകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. ആ ഭാഷയുടെ ഏത് ഭാഷയെന്നല്ല ഉദ്ദേശിച്ചത്, അതായത് മലയാളമാണോ ഇംഗ്ലീഷാണോ എന്നുള്ളതിനെ കുറിച്ചല്ല പറഞ്ഞത്. അതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക
ഒരു പ്രത്യേക സംഭാഷണ ശൈലിയുണ്ട്. കാരണം നമ്മൾ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു കണ്ടുപിടുത്തമാണെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാന്നോർത്താണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. മിസ്റ്റർ മത്തായിയുടെ സുവിശേഷം നമുക്ക് ഒന്ന് രണ്ട് ടെക്സ്റ്റുകൾ വെറുതെ ഈശോ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നത് നല്ലതല്ലേ. ആരാധനാക്രമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ വായിക്കേണ്ട ഭാഗങ്ങളായിരുന്നു ഈശോയുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയണം. ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെയാണ് ഈശോ പഠിപ്പിച്ചത്, സംഭവം ശരിയാണ്. പക്ഷെ ഈശോ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കാണുന്നല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുക്കാം. മത്തായിയുടെ സുവിശേഷം എടുക്കാം. 11-ാമത്തെ അധ്യായം 25 മുതലുള്ള തിരുവചനം വായിക്കും. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. നോക്കുക, ഈശോ പിതാവിനോട് സംസാരിക്കുന്ന ഭാഷയാണ് അത്. ഈശോ പിതാവിനോട് സംസാരിക്കുന്ന ഭാഷയാണ്. എങ്ങനെയാ സംസാരിക്കുന്ന നോക്കിയേ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. ഇങ്ങനെയാണ് ഈശോ തന്റെ പിതാവിനോട് സംസാരിക്കുന്നത്, അല്ലെ? നമ്മൾ ആദ്യം പറഞ്ഞതുപോലത്തെ ഒരു കാഷ്വൽ കൊച്ചു വർത്താനം പറയല്ല ചെയ്യുന്നത്. അതിന്റെ ഭാഷ തന്നെ നോക്കുക. അതിനൊരു ഫോർമൽ സ്ട്രക്ചർ ഉണ്ട്. നമ്മളൊരു ആരാധനകർമ്മത്തിൽ അനാഫറയൊക്കെ ചൊല്ലുന്നതിന് സമാനമായ വിധത്തിലാണ് ഈശോ തന്റെ പിതാവിനോട് സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ? അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ആലോചിച്ച് നോക്കുക. ഈശോ പ്രാർത്ഥിക്കുകയാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ. എന്റെ പിതാവേ അപ്പച്ച എന്നൊന്നുമല്ല, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് തന്നെ. നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ വിവേകളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നാണ് ഈശോ പിതാവിനോട് പറയുന്നത്. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്നാണ്. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ആരാധനയുടെ കാരണങ്ങൾ കൂടി പറയുന്നു എന്നുള്ളതാണ്. ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥന, ഒരു വ്യക്തി പ്രാർത്ഥനകൾക്കകത്ത്, ഞാൻ ഇടയ്ക്കേറെ പറയുന്നത്, വ്യക്തി പ്രാർത്ഥനകൾക്കകത്ത്, സ്വകാര്യ പ്രാർത്ഥനകൾക്കകത്തൊക്കെ നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന ഒരു പ്രാർത്ഥനാ രീതി ഈ പറഞ്ഞതുപോലത്തെ ഡിക്ലറേറ്റീവ് സ്വഭാവമുള്ള പ്രാർത്ഥനയാണ്. ഡിക്ലറേറ്റീവ് പ്രയർ എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത കാര്യങ്ങളെ എണ്ണിപ്പെറുക്കി പറയുന്ന പ്രാർത്ഥനയാണ്. ദൈവം ചെയ്ത കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പം നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദൈവമേ, അങ്ങാണ് ചെയ്തത്, ഇത് അങ്ങയുടെ പ്രവൃത്തിയാണ്, അങ്ങ് എത്രയോ കാരുണ്യവാനാണ്, അങ്ങ് ഇത് ചെയ്തില്ലായിരുന്നു ഇങ്ങനെ ആവുകയില്ലായിരുന്നു എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഭയങ്കര മനോഹരമായ പ്രാർത്ഥനാ രീതിയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് എന്തുമാത്രം ആസ്വാദികരമാണെന്ന് മനസ്സിലാവും. ഇതിന്റെയൊക്കെ ഉത്ഭവം ഈശോയിൽ നിന്ന് തന്നെയാണ്. ഈശോ പിതാവ് ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറയുകയും അതിനെ പ്രതി പിതാവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന. ഇനി മുതൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം ഈ അനാഫറയൊക്കെ കാർമ്മികൻ, മിശിഹായുടെ സ്ഥാനത്ത് നിന്ന് കാർമ്മികൻ, പിതാവിന് ബലിയർപ്പിക്കുന്ന കാർമ്മികൻ പിതാവിനോട് സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഇന്ന കാരണത്താൽ പിതാവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇന്ന കാരണത്താൽ അങ്ങയെ സ്തുതിക്കുന്നു, അവിടുന്ന് ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇന്ന് പോലും പറഞ്ഞു തുടങ്ങിയത്. എങ്ങനെയാണ് മനുഷ്യരോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി. അങ്ങനെ അവിടുന്ന് ചെയ്ത കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് ലിറ്റർജിക്കൽ സ്വഭാവമുള്ള പ്രാർത്ഥനാ രീതിയാണ്. ലിറ്റർജിക്കൽ സ്വഭാവമുള്ള പ്രാർത്ഥന രീതി. ലിറ്റർജിക്കൽ പ്രയോഗം നല്ല ഉദ്ദേശിച്ചത് ആരാധനാക്രമത്തിന്റെ ശൈലിയിലുള്ള പ്രാർത്ഥനയാണ്. അത് നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകൾക്കകത്തും ഈ ആരാധനാക്രമത്തിന്റെ ശൈലിയിലുള്ള പ്രാർത്ഥന ഒരു രീതിയൊക്കെ പരിശീലിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒത്തിരി അനുഗ്രഹമായിരിക്കും എന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു. മാത്രമല്ല, ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം ആദ്യം മുതൽ വായിക്കാം. ഈശോ പിതാവിനോട് സംസാരിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ അവിടത്തെയും
അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അങ്ങനെ തുടർന്നങ്ങ് പോകും. ശരിക്കും നോക്കിക്കേ, ഒരു ആരാധനാക്രമത്തിൽ ഒരു അനാഫറയിലൊക്കെ പ്രാർത്ഥിക്കുന്ന രീതി പോലെയല്ലേ അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അല്ലേ? ഈശോ തൻ്റെ പ്രിയ പിതാവിനോട് തൻ്റെ ത്രിത്വത്തിന്റെ അതേ ഭാഗമായിരിക്കുന്ന ദൈവത്തോട് സംസാരിക്കുന്ന രീതി അത് തന്നെയാണ് ശരിക്കും ഒരു ആരാധനാക്രമത്തിന്റെ ലാംഗ്വേജ് ആയിട്ട് പിന്നീട് വളർന്നു വന്നത്. എന്ന് വെച്ചാൽ ഈശോ തൻ്റെ പിതാവിനോട് സംസാരിച്ച അതേ വിധത്തിലും അതേ രൂപത്തിലും ഒക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ആരാധനാക്രമത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആരാധനാക്രമത്തിന്റെ ഭാഷ ഇതെന്ത് തരം ഭാഷയാണ് എന്ന ഒരു തോന്നൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ സാധാരണ ഭാഷാ ശൈലി അല്ലല്ലോ എന്ന തോന്നൽ നമുക്ക് ആവശ്യമില്ല. അത് തീർച്ചയായും സുവിശേഷങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ശ്ലീഹന്മാർ ഈശോ പ്രാർത്ഥിക്കുന്നത് വിധം കണ്ടറിഞ്ഞ് അവരും അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ്. അവരുടെ പിൻഗാമികളായ മെത്രാന്മാരും മറ്റ് ശിഷ്യന്മാരും ഒക്കെ ആ പ്രാർത്ഥനാ രീതിയിലാണ് പങ്കുചേർന്നിട്ടുള്ളത്. അങ്ങനെയാണ് ആദിമകാലം മുതൽ ഈ ആരാധനാക്രമത്തിന്റെ ഭാഗങ്ങളൊക്കെ വികസിച്ചു വന്നത്. അതായി മാറി ശ്ലീഹന്മാരുടെ പ്രാർത്ഥനകളൊക്കെ ആണെങ്കിൽ, അനാഫറയൊക്കെ ആണെങ്കിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏതാണ്ട് ഇതേ ശൈലിയിലാണ് ആ പ്രാർത്ഥനകളൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ആരാധനാക്രമത്തിന് അങ്ങനെ സ്വാഭാവിക ഭാഷയുടേതല്ലാത്ത ഒരു ഭാഷാരീതിയുണ്ട്. കാരണം അതിനകത്ത് കുറച്ച് ഔദ്യോഗികതയുണ്ട്. അതിനപ്പുറം അതിനകത്ത് ഗൗരവമായ വിശ്വാസ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുണ്ട്. ഈശോയുടെ പ്രാർത്ഥന വെറുതെ ഒരു കൊച്ചു വർത്താനത്തിൻ്റെതുപോലെയല്ല, പകരം വലിയ ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലും പങ്കുവെക്കലുമാണ് അത്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നിയമമാണ് പ്രാർത്ഥനയുടെ നിയമമെന്നും പ്രാർത്ഥനയുടെ നിയമമാണ് വിശ്വാസത്തിന്റെ നിയമം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പിന്നീട് പഠിക്കാതിരിക്കുന്ന വിഷയങ്ങളാണ്. ലെക്സൊറേന്തി സ്ക്രേന്തി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാൻ പോകുന്നതാണ്. നേരത്തെ കൂട്ടി പറഞ്ഞേ ഉള്ളൂ, നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത്, ആരാധനാക്രമത്തിന്റെ പ്രാർത്ഥനകൾക്കകത്ത് തന്നെ വിശ്വാസത്തിന്റെ നിക്ഷേപമുണ്ട്. ആരാധനാക്രമത്തിൽ കാര്യമായി പങ്കെടുക്കുന്ന ഒരാൾക്ക് ഈ വിശ്വാസ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. അതിന് എന്ന് പറഞ്ഞാൽ ഈ ആരാധനാക്രമം അതിൽ തന്നെ ഒരു പ്രബോധനമാണ്, അതിൽ തന്നെ ഒരു പ്രഘോഷണമാണ്. ആരാധനാക്രമത്തിനകത്ത് പ്രബോധനമുണ്ട്, പക്ഷെ ആരാധനാക്രമം തന്നെ പ്രബോധനമാണ്. അത് തന്നെ വിശ്വാസ പ്രഖ്യാപനമാണ്. അത് തന്നെ ഒരു വലിയ വിശ്വാസ പ്രമാണമാണ്. ഒരു കൂദാശ പരികർമ്മത്തിൽ നമ്മൾ പങ്കുചേർന്നാൽ, അത് ഏത് കൂദാശയുമാകട്ടെ, അതൊരു വലിയ വിശ്വാസ പ്രമാണമാണ്, വലിയൊരു വിശ്വാസ പ്രമാണമാണ്. അതുകൊണ്ട് ആരാധനാക്രമം വഴിയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. വിശ്വാസം വർദ്ധിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആരാധനാക്രമത്തിൽ പങ്കുചേരാനായിട്ട് പറ്റുകയും ചെയ്യുള്ളൂ. അപ്പം അതുവഴി നമ്മുടെ വിശ്വാസത്തെ അതിന്റെ കുറച്ചുകൂടി ഉയർന്ന ഒരു തലത്തിലേക്ക് ദൈവം നമ്മളെ സംവഹിക്കും ഈ ആരാധനാക്രമത്തിൽ. നമ്മൾ ഇന്ന് നമ്മുടെ കൗൺസിലിന്റെ 5ാമത്തെ പാരഗ്രാഫിനെ കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങാൻ പോകുന്നത്. ഞാൻ അതിന്റെ ആമുഖമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇതെന്താണ് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിനകത്ത് ഒരു ഹെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്: ആരാധനാക്രമത്തിന്റെ സ്വഭാവവും സഭയുടെ ജീവിതത്തിൽ അതിന്റെ പ്രാധാന്യവും. തിരുസഭാ ജീവിതത്തിൽ ഈ ലിറ്റർജിക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? ആരാധനാക്രമത്തിന്റെ ക്യാരക്ടർ എന്താണ്? വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ലിറ്റർജി? ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി ആരാധനാക്രമത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് ഈ ആരാധനാക്രമം ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ സംസാരിക്കുന്നത് അതിനൊരു തൃത്വത്തിന്റെ സ്വഭാവമുണ്ട് എന്നതാണ്. ഒരു മനുഷ്യന്റെ പ്രാർത്ഥന പോലെയല്ലത്, അല്ലെങ്കിൽ എന്താ പറയാ, എഴുതിയുണ്ടാക്കിയ പണ്ട് മുതൽ ചെല്ലുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമായ ഒരു പ്രാർത്ഥന പോലെയല്ല. ഇതിനകത്തൊരു ട്രിനിറ്റേറിയൻ സ്ട്രക്ചർ ഉണ്ട്, ഒരു ട്രിനിറ്റേറിയൻ ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൗൺസിൽ അതിന്റെ ആദ്യത്തെ അധ്യായം ആരംഭിക്കുന്നത്. കൗൺസിലിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അതിന്റെ പ്രാരംഭമാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ നമ്മൾ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ അധ്യായം മുതൽ സംസാരിക്കുന്നത് ഇതിനൊരു ത്രിത്വത്തിന്റെ സ്വഭാവമുണ്ട്, അതിനൊരു എക്ലേസിയോളജിക്കൽ ക്യാരക്ടർ ഉണ്ട്, തിരുസഭാത്മക സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇതിന് ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്: എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് എത്തിച്ചേരണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചുകൊണ്ട് സമയത്തിന്റെ പൂർത്തിയിൽ മാംസം ധരിച്ച വചനവും പരിശുദ്ധാത്മാവാൽ അഭിഷിക്തനുമായ സ്വപുത്രനെ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനും ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്താനുമായി ശരീരവും ആത്മാവുമായ ഭിഷഗ്വരനും മനുഷ്യന്റെയും ദൈവത്തിന്റെയും മധ്യസ്ഥനുമായ ഈശോ മിശിഹായെ അയച്ചു. അതെ, അവിടുത്തെ മനുഷ്യ സ്വഭാവം
വചനമാകുന്ന ദൈവിക വ്യക്തിത്വത്തോട്, മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളത്വത്തോടാണ്, ഒന്നായി ചേർന്ന് നമ്മുടെ രക്ഷയുടെ ഉപകരണമായി ഭവിച്ചു. അതുകൊണ്ട് മിശിഹായിൽ നമ്മുടെ അനുരഞ്ജനത്തിന്റെ സമ്പൂർണമായ പരിഹാരം പൂർത്തിയാക്കുകയും ദൈവാരാധനയുടെ സമ്പൂർണത നമുക്ക് നൽകപ്പെടുകയും ചെയ്തു. നമുക്ക് പെട്ടെന്നൊന്നും പിടികിട്ടാത്ത ഒരു പാരഗ്രാഫാണ് എന്നെനിക്കറിയാം. ഇംഗ്ലീഷിൽ വായിച്ചാൽ കുറച്ചുകൂടെ ചിലപ്പം ഈസി ആയിട്ട് മനസ്സിലാകാനും സാധ്യതയുണ്ട്. ഏതായാലും അതിന്റെ ഉള്ളിൽ കിടക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യം സംസാരിക്കുന്നത് ഈ ആരാധനാക്രമത്തിൽ പിതാവിന്റെ പങ്കെന്ത്, പുത്രന്റെ പങ്കെന്ത്, പരിശുദ്ധ റൂഹായുടെ പങ്കെന്ത് എന്നാണ്. നിങ്ങൾക്ക് ഈ കാര്യം CCCയില് 1077 മുതലുള്ള ഭാഗങ്ങളിൽ 1077 പിതാവിനെ കുറിച്ച് പറയും, 1084 മിശിഹായെ കുറിച്ച് പറയും. അത് കഴിഞ്ഞ് 1091 പരിശുദ്ധാത്മാവും സഭയും ആരാധനക്രമത്തിൽ എങ്ങനെ ഉൾച്ചേരുന്നു എന്നതിനെ കുറിച്ച് പറയും. അപ്പം ഈ നമ്മൾ പഠിക്കുന്ന വത്തിക്കാൻ കൗൺസിലിന്റെ ഈ ഭാഗത്ത് ഹ്രസ്വമായി സംസാരിക്കുന്നതിനെ വളരെ വിപുലമായി സംസാരിക്കുന്ന ഇടം അത് CCC ആണ്. CCCയിൽ കുറച്ചുകൂടെ വിപുലമായ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നരേഷൻ നമുക്ക് ലഭ്യമാണ്. ഞാൻ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്, ഈ പിതാവ് ആര്, പുത്രൻ ആര് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ തന്നെ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് പിതാവിന്റെ ആരാണ് ഈശോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഒത്തിരി ആളുകൾ പറഞ്ഞൊരു ഉത്തരം പിതാവിന്റെ പുത്രനാണ് ഈശോ എന്ന്. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം പറയണമെന്നില്ല, മനസ്സിൽ ഓർത്താൽ മതി. ശരിക്കും ഈശോ പിതാവിന്റെ ആരാണ്? ഈശോ പിതാവിന്റെ ആരാണ്? ചിലപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്ന ഒരു കാര്യം പിതാവിന്റെ മകനാണ് എന്നാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിതാവിന്റെ മകനാണ് ഈശോ. കാരണം പുത്രനാണ് എന്ന് പറയുമ്പം മകനാണ് ഈശോ എന്ന്, മകൻ എന്നാണല്ലോ പുത്രൻ എന്നൊക്കെ പറഞ്ഞ അർത്ഥം. അപ്പം കുറെ ആളുകൾ കരുതുന്നത് പിതാവായ ദൈവം, പിതാവിന്റെ മകനായ ദൈവം, പിന്നെ ഇവരുടെ ഇടയ്ക്കുള്ള എന്തോ ഒരു ആത്മാവ്, അങ്ങനെ ഒരു ദൈവം, അങ്ങനെയാണ് ആളുകൾ പലപ്പോഴും കരുതുന്നത്. ഇനി ഈ ഇസ്ലാമിക സഹോദരങ്ങളുടെ ഇടയ്ക്കൊക്കെ വളരെ ശക്തമായി പ്രചരിക്കുന്ന ഒരു ആശയം, പിതാവായ ദൈവം, പിതാവായ ദൈവത്തിന്റെ ഭാര്യ അഥവാ മണവാട്ടി മറിയം, ഇവരുടെ കുഞ്ഞ് ഈശോ. ഇങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ ട്രിനിറ്റി എന്ന് കരുതുകയും അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന സമൂഹങ്ങളുണ്ട്, ചില മതങ്ങളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. എന്താണ് ഈ പിതാവും പുത്രൻ പരിശുദ്ധ റൂഹ എന്നറിഞ്ഞാലേ നമുക്ക് ഈ ആരാധനാക്രമത്തിനകത്തുള്ള ഇവരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ സ്ഥാനത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നു. പിതാവ് പുത്രൻ എന്ന വാക്കുകൾ ഉപയോഗിക്കപ്പെടുന്നത് മാനുഷികമായ അർത്ഥത്തിൽ അല്ല എന്ന് നമ്മൾ ആദ്യം അറിയണം. നമ്മൾ ഏറ്റുപറഞ്ഞ വിശ്വാസ പ്രമാണത്തിനകത്ത് നമ്മൾ ചെല്ലുന്നത് പിതാവിനോട് ഏകസത്തയായിരിക്കുന്നവനും പിതാവിനോട് ഒപ്പമുള്ളവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും എന്നാണ് നമ്മൾ ഏറ്റുപറയുന്നത്. സൃഷ്ടിക്കപ്പെടാത്തവനും എന്നാണ് ചെല്ലുന്നത്, അല്ലെ? സൃഷ്ടിക്കപ്പെടാത്ത ഒരാൾ എങ്ങനെയാണ് മകനാകുന്നത്, അല്ലെ? മകനാകുന്നത് എങ്ങനെയാണ്? ഒരു അപ്പൻ ആണ് മകനെ സൃഷ്ടിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ട് അപ്പനാണ് മകന് ജന്മം കൊടുക്കുന്നത്. അപ്പോൾ മുതലാണ് മകൻ ഉണ്ടാകുന്നത്. പിതാവിനൊപ്പം ഒരിക്കലും മകൻ ഉണ്ടാകാറില്ല, പിതാവിന് മുൻപും ഉണ്ടാകാറില്ല. നോക്കുക, പിതാവായ ദൈവത്തോട് അതിന്റെ ടെമ്പറാലിറ്റി എന്നൊരു കാര്യമില്ല, നിത്യതയാണ്. നിത്യതയിൽ ഒപ്പമുള്ളവനാണ് പുത്രൻ തമ്പുരാൻ. ഈശോ മിശിഹ പിതാവായ ദൈവത്തോട് അനാദി മുതലേ ഒപ്പമുള്ളവനാണ്. പിന്നെ എങ്ങനെയാണ് മാനുഷികമായ അർത്ഥത്തിൽ മകനാകുന്നത്? ഒത്തിരി ആളുകൾക്ക് ഈ പദം ഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഇത്രയും കാലത്തിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. പിതാവിന്റെ കൊച്ചാണ് എന്നൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണ് പിന്നെ ഈശോ നമുക്ക് പിതാവിനെ പിതാവെന്ന് പരിചയപ്പെടുത്തിയത്, തന്നെ പുത്രൻ എന്ന് പരിചയപ്പെടുത്തിയത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈശോ ഉപയോഗിക്കുന്ന ഒരു പ്രബോധന രീതിയുടെ ഭാഗമാണത് എന്ന് വേണം ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ. ഈശോ ഉപയോഗിക്കുന്ന ഒരു പ്രബോധന രീതിയുടെ ഭാഗമാണ്. എങ്ങനെയാണത് എന്ന് വെച്ചാൽ, ഈശോയ്ക്ക് നമ്മളോട് പറയേണ്ടത് സ്വർഗീയ രഹസ്യങ്ങളെ കുറിച്ചാണ്. നമുക്ക് അജ്ഞാതമായ, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ, നമുക്ക് തീർത്തും അജ്ഞാതമായ സ്വർഗീയ രഹസ്യങ്ങളാണ് അവിടുന്ന് നമുക്ക് കൺവേ ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്കത് ഗ്രഹിക്കാൻ എളുപ്പമല്ല. കാരണം നമുക്കെപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതും വെച്ച് മാത്രമേ നമുക്ക് പുതിയൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ,
ഒരു 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 പൊട്ട ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഇപ്പൊ നിങ്ങൾ ആരും കഴിച്ചിട്ടില്ലാത്ത ഒരു ഫ്രൂട്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് അത് അത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, അച്ഛാ അത് എങ്ങനെയിരിക്കുന്നു, അത് എന്ത് തരം പഴമാണ്, നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു സാധനം. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാൽ, അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, അതായത് ഇത് കണ്ട ഏതാണ്ട് ഒരു ആപ്പിളിന്റെ ഷേപ്പ് ഒക്കെ ഉണ്ട്, ആപ്പിൾ പോലെയൊക്കെ ഇരിക്കും പുറത്ത് നോക്കിയാൽ. പക്ഷെ അതിന്റെ അകം ഉണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ ഓറഞ്ചിന്റെ പോലെ അല്ലികളൊക്കെ ഉണ്ട്. അതിന്റെ നടുക്ക് വലിയൊരു ഇങ്ങനെ മാങ്ങയുടെ നടുക്കൊക്കെ ഉള്ളത് പോലത്തെ ഒരു വലിയ ഒരു കുരുവും അതിന്റെ നടുക്കുണ്ട്. രുചിയൊക്കെ ഏതാണ്ടൊരു ശകലം ഒരു തിരി മാങ്ങാപ്പഴത്തിന്റെയും ചക്കപ്പഴത്തിന്റെയും ഒക്കെ ചേർന്ന പോലത്തെ ഒരു പ്രത്യേക രുചിയാണ് അതിന് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു തരുമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഏതാണ്ട് ആ ഫ്രൂട്ടിന്റെ ഒരു ഷേപ്പ് മനസ്സിലായിട്ടുണ്ടാവും, ഏത് തരത്തിലാണ് ഈ പഴം ഇരിക്കുന്നത് എന്ന് മനസ്സിലായി. എങ്ങനെയാ അത് മനസ്സിലായത്? നമുക്ക് പരിചയമുള്ള ചില ഈ ഫ്രൂട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ, നമുക്ക് ഈ ഫ്രൂട്ട് കണ്ടിട്ടില്ലാതിരിക്കെ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ചില ഫ്രൂട്ടിനോടുള്ള സമാനതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെ അവതരിപ്പിച്ചത്. അപ്പൊ നമുക്ക് ഏതാണ്ടൊരു ധാരണ കിട്ടും. ഏതാണ്ടൊരു ധാരണ കിട്ടുള്ളൂ, കൃത്യമായിട്ട് അതായത് ഫ്രൂട്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുമില്ല. അപ്പൊ സ്വർഗത്തിന്റെ ബന്ധം, നമുക്ക് ആകെ പരിചയമുള്ളത് ഭൂമിയിലെ ബന്ധങ്ങളാണ്. നമ്മൾ ഭൂമിയിലെ ആൾക്കാരാണ്, നമ്മൾ ഈ പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ പരിമിതികൾക്കകത്തും പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തിനകത്തുമാണല്ലോ നമ്മൾ വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നത് ഈ പ്രപഞ്ചത്തിലെ വാക്കുകളാണ്, നമ്മൾ ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ഭൂമിയിലെ വാക്കുകളാണ്, ഭൂമിയിലെ ബന്ധങ്ങളാണ്, ഭൂമിയിലെ വസ്തുക്കളാണ് നമുക്കാകെ അറിയാവുന്നത്. ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഉള്ള് സത്യത്തിൽ നമുക്ക് അജ്ഞാതമാണ്. അതിനെ ദൈവശാസ്ത്രപരമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ഉപയോഗിക്കും: ഇമ്മനന്റ് ട്രിനിറ്റി ആൻഡ് എക്കണോമിക് ട്രിനിറ്റി എന്ന് വിളിക്കും. ഇമ്മനന്റ് ട്രിനിറ്റി ആൻഡ് എക്കണോമിക് ട്രിനിറ്റി, അതായത് ദൈവത്തിന്റെ ആന്തരികതയിലുള്ള യാഥാർത്ഥ്യവും നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യവും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ച് രണ്ടായിട്ടിരിക്കും. കാരണം നമുക്ക് മനസ്സിലാകുന്ന പരുവത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വശം ദൈവിക രഹസ്യങ്ങൾക്കുണ്ട്. എന്നാൽ ദൈവം അതിന്റെ ആന്തരികതയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കത് അറിയാനും പറ്റത്തില്ല. അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ധാരണകൾക്കും ജ്ഞാനത്തിനും അതീതമാണ് ദൈവത്തെ സംബന്ധിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഡിഫറൻസ് ഇതിനകത്തുണ്ട്. അപ്പൊ അത് നിലനിൽക്കുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം തൻ്റെ ബന്ധത്തെ, തൻ്റെ ഉള്ള ബന്ധത്തെ, തങ്ങളുടെ ബന്ധത്തെ നമുക്ക് വ്യക്തമാക്കി തരാൻ കഴിയുന്ന മാനുഷിക പദാവലികൾ ഉപയോഗിക്കുന്നു, മാനുഷികമായ ബന്ധങ്ങളുടെ സ്വഭാവങ്ങൾ ഉപയോഗിക്കുന്നു. ഇനി ഇവിടുത്തെ കാര്യം ഓർത്ത് നോക്കാം വെറുതെ. എന്തുകൊണ്ടാണ് പിതാവ് പുത്രൻ എന്നൊക്കെ പറയുന്നത്? പിതാവിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്തിൽ പരിചയമുള്ള ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, പിതാവ് ആരാണോ അത് തന്നെയാണ് സാധാരണ പുത്രനും ആകാറ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഇപ്പം ജീവജാലങ്ങളുടെ കാര്യം എടുക്കുക. ഒരു ആടിന്റെ കുഞ്ഞ് എപ്പോഴും ആട് തന്നെയായിരിക്കും. ആടിനൊരിക്കലും പശുക്കുട്ടി ഉണ്ടാവാറില്ല, ആടിനൊരിക്കലും കോഴിക്കുഞ്ഞും ഉണ്ടാവാറില്ല, അല്ലെ? ഒരു കോഴിയുടെ കുഞ്ഞെപ്പോഴും കോഴിക്കുഞ്ഞാകാറുണ്ട്, ഒരു ആനയുടെ കുഞ്ഞെപ്പോഴും ആനക്കുഞ്ഞാവാറുണ്ട്. അപ്പം നമുക്ക് പരിചയമുള്ള കാര്യമാണ്. ഈ അപ്പൻ ഒരു മനുഷ്യന്റെ കുഞ്ഞ് മനുഷ്യനായിരിക്കും, മനുഷ്യർക്ക് ഒരിക്കലും ആട്ടുകുഞ്ഞുണ്ടാവാറില്ല, നമുക്കറിയാല്ലേ. അപ്പം അപ്പൻ എന്താണോ അത് തന്നെയാണ് മകനും എന്ന് നമുക്കറിയാം. ഈ ഒരു യാഥാർത്ഥ്യം, സത്തയിൽ പിതാവ് ആരാണോ, പിതാവിന്റെ സത്ത എന്താണോ അതേ സത്ത തന്നെയാണ് പുത്രനും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് പിതാവ് സൃഷ്ടാവാണെങ്കിൽ പുത്രൻ ഒരു സൃഷ്ടിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിതാവിനോടൊത്തുള്ള കോ ക്രിയേറ്റർ ആണ് ഈശോ മിശിഹ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ പിതാവ് ആരാണോ, പിതാവ് എന്തുമാത്രം പരിശുദ്ധനാണോ, പിതാവ് എന്തുമാത്രം അപരിമേയനാണോ, പിതാവ് എന്തുമാത്രം മഹത്വമുള്ളവനാണോ, പിതാവായ ദൈവം ഏത് വിധത്തിലായിരിക്കുന്നവനാണോ ഇൻ ഹിംസെൽഫ്, പിതാവിനെ ആരും നിർമ്മിച്ചിരിക്കുന്നൊന്നുമല്ല, എന്നാലും പിതാവ് ആരാണ്, എന്തിനാലാണ് പിതാവ് പിതാവായിരിക്കുന്നത്, അത് തന്നെയാണ് പുത്രനും എന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന കൊള്ളാവുന്ന ഒരു സാമ്യപദമാണ് ഈ പിതാവ് പുത്രൻ എന്ന് പറയാവുന്നത്. അപ്പൊ അതുകൊണ്ട് പിതാവ് പുത്രൻ എന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പിതാവായ ദൈവത്തിന്റെ അതേ സത്തയിലുള്ള ഡിവൈൻ പേഴ്സൺ ആണ് ഞാനും. പിതാവ് എന്തുമാത്രം ഡിവൈൻ പേഴ്സൺ ആണോ അതുപോലെ തന്നെ ഡിവൈൻ പേഴ്സൺ ആണ് ഞാനും എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് പിതാവ് പുത്രൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രൻ എന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പം നമുക്കതിന് ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല. അർത്ഥമാക്കുന്നത് എന്താണ്? ദേ ആർ ഇൻ എറ്റേണൽ കണ്ടിന്യൂറ്റി എന്നാണ്. നിത്യതയിൽ ഒരു ദൈവമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ദൈവിക വ്യക്തികളാണ് അവർ എന്ന് തുടങ്ങുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റും, നമ്മൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റുന്ന ഒരു പദം ഈശോ ചൂസ് ചെയ്തിരിക്കുന്നതാണ് പിതാവായ ദൈവം, പുത്രനായ ദൈവം എന്നത്.
പരിശുദ്ധാത്മാവായ ദൈവം എന്ന വാക്ക്, ഇതൊക്കെ മിശിഹ നമുക്ക് ഈ ഭൂമിയിലായിരിക്കെ പരിചയപ്പെടുത്തുന്ന അവരുടെ യഥാർത്ഥ ബന്ധം എന്താണെന്ന്, വാക്കുകൾക്ക് അതീതമായ, വിശദീകരണങ്ങൾക്ക് അതീതമായ ത്രിത്വത്തിന്റെ ഉള്ളിലെ ബന്ധം എന്താണെന്ന് നമ്മൾ അറിയുന്നത് സ്വർഗരാജ്യത്തിൽ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിലേക്ക്, സ്നേഹത്തിലേക്ക് നമ്മളും മിശിഹായിൽ സ്വീകരിക്കപ്പെടുമ്പോഴാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് ഈ പിതാവിന് പുത്രൻ അർപ്പിക്കുന്ന ആരാധന എന്ന് പറഞ്ഞാൽ ഒരു കൊച്ച് തന്റെ പിതാവിനോട് സംസാരിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. കാരണം ഇനി നമ്മൾ പറയാൻ പോകുന്നിടത്തൊക്കെ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ട്. ആരാധനക്രമത്തിനകത്ത് പങ്കെടുക്കുമ്പോഴൊക്കെ അത്തരം ഒരു ധാരണയ്ക്ക് സാധ്യതയുണ്ട്. പിതാവെ ഇപ്പം നമ്മൾ വിശുദ്ധത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടതിനകത്താണെങ്കിൽ പോലും അതേ പിതാവെ, അതായിരുന്നു അങ്ങയുടെ തിരുവുള്ള സകലതും അവിടുന്ന് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നൊക്കെ പറയുമ്പം ഒരു അപ്പൻ തന്റെ അധികാരമോ തന്റെ ശക്തിയോ തന്റെ പിതൃസ്വത്തോ ഒക്കെ തന്റെ മകന് കൈമാറുന്നത് പോലത്തെ ഒരു തോന്നൽ നമുക്കുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് നമ്മുടെ സാധാരണമായ, നമുക്ക് ഇതുവരെ പരിചയമുള്ള തീർത്തും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള സ്വാഭാവിക ലോകത്തിന്റെ മാനദണ്ഡങ്ങളും ശൈലികളും അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ആരാധനാക്രമത്തെക്കുറിച്ച് സംസാരിക്കാൻ. എന്നാൽ അതേസമയം ഈ ആരാധനാക്രമം ഈ ഭൂമിയിലെ അടയാളങ്ങളും പ്രതീകങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടി അറിഞ്ഞിരിക്കണം. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് എക്സാക്റ്റ് ലിറ്ററൽ മീനിങ് അല്ല ഉള്ളതെന്ന് നമ്മൾ അറിയണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഭൂമിയുടെ വാക്കുകൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഭൂമിയുടെ വാക്കുകൾ മാത്രമല്ല, മനുഷ്യ പ്രകൃതിയും മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ കൾച്ചറും ഉൾപ്പെടെ ആരാധനാക്രമത്തിനകത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ കൾച്ചർ ഉൾപ്പെടെ എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരാളുടെ ബഹുമാനം കാണിക്കാൻ കൈകൂപ്പുന്ന ശീലമുണ്ട്. നമ്മൾ തെറ്റുപറ്റിപ്പോയി നേറ്റു പറയാൻ, അനുദപിക്കാൻ മുട്ടുകുത്തുന്ന ശീലമുണ്ട്. അതുപോലെ അങ്ങനെ പല. അപ്പൊ ഇതൊക്കെ നമ്മൾ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം പൗരസ്ത്യ രീതിയിലാണെങ്കിൽ മുട്ടുകുത്തുന്നത് അത് എന്താ പറയാ, ബഹുമാനം കാണിക്കുക എന്നതിനേക്കാൾ പാപപരിഹാരത്തിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പശ്ചാത്താപത്തിന്റെ സമയത്താണ് ഇപ്പൊ സീറോ മലബാർ കുർബാനക്രമത്തിലൊക്കെയാണ് മുട്ടുകുത്തുന്നത്. അപ്പൊ ചിലരൊക്കെ അതിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ട് വലിയ ആദരവ് കാണിക്കാൻ വേണ്ടി മുട്ടുകുത്തുന്ന രീതിയും നമ്മൾ ചിലപ്പോൾ കാണും. എന്ന് പറഞ്ഞാൽ കുദാശോചനങ്ങളുടെ സമയത്തൊക്കെ മുട്ടുകുത്തുന്നു. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട സമയമാണ്, അതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ബഹുമാനം കാണിച്ചേക്കാന്ന് കരുതിയിട്ടൊക്കെ മുട്ടുകുത്തുന്നത്. പക്ഷെ പൗരസ്ത്യ ആരാധനക്രമത്തിൽ നമ്മൾ പിന്നീട് അടയാളങ്ങൾ, പ്രതീകങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമേ. ആ സമയത്ത് നമുക്ക് അതിനെ കുറിച്ചൂടെ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അനുദിന ജീവിതത്തിലെ നമ്മുടെ എക്സ്പീരിയൻസസ്, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ ജെസ്റ്റേഴ്സ്, ഈ ഭൂമിയിലുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ ഈ ദൈവാരാധനയുടെ ഭാഗമായി മിശിഹ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മിശിഹായുടെ ശരീരമാകുന്ന സഭ അത് ഉപയോഗിക്കുന്നുണ്ട്. പരിശുദ്ധ റൂഹ അവയെ തന്റെ ആവാസ്ഥാനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവയെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള സംഭാഷണത്തെ തീർത്തും ലൗകികമായ ഒരു തലത്തിൽ നിന്ന് കുറച്ചുകൂടി അപ്പുറത്തുള്ള, ഇത്തിരി ഉയർന്ന ഒരു തലത്തിൽ വേണം നമ്മൾ ഗ്രഹിച്ചു തുടങ്ങാനെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഇത് ആരംഭിക്കുന്ന ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, ഈ മിശിഹായുടെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈശോ എന്താണ് ചെയ്തത്? ആരാധനാക്രമത്തിൽ ഈശോ എന്താണ് ചെയ്തത്? ഈശോ എന്താണ് ചെയ്യുന്നത്? ഒറ്റ വാക്കിൽ ആദ്യം പറയാം, ഈശോ മിശിഹായാണ് ഈ ആരാധനാക്രമത്തിന്റെ ഉറവിടവും അടിസ്ഥാനവും ആരാധകനും. അതെന്താണ് അങ്ങനെ പറയുന്നത് നമ്മൾ വിചാരിക്കും അല്ലെ? ഈശോയ്ക്ക് എന്തിനാണ് പിതാവിനെ ആരാധിക്കുന്നത്? ഈശോ ദൈവമാണെങ്കിൽ പിന്നെ എന്തിനാണ് പിതാവിനെ പിന്നെ ആരാധിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പെട്ടെന്നുണ്ടാകും. നമ്മൾ അതൊക്കെ പതുക്കെ വിശദീകരിക്കും. ഈശോ പിതാവിനോടുള്ള നടത്തുന്ന സംഭാഷണമാണ് ശരിക്കും ആരാധനാക്രമം. ഈശോ മിശിഹ തന്റെ പിതാവിനോട് നടത്തുന്ന സംഭാഷണമാണ്, അഥവാ ഈശോ മിശിഹായ്ക്ക് തന്റെ പിതാവിനോടുള്ള ബന്ധമാണ്, കമ്മ്യൂണിക്കേഷനാണ് ലിറ്റർജി. സത്യത്തിൽ ലിറ്റർജിയിൽ നമുക്ക് ഭാഗഭാഗിത്വമില്ല. ലിറ്ററലി പറഞ്ഞാൽ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ, നമുക്ക് ഈ ആരാധനയിൽ പങ്കാളിത്തമില്ല. എന്തുകൊണ്ടാണ് പങ്കാളിത്തം ഇല്ല എന്ന് പറഞ്ഞത്? കാരണം ഇത് ത്രിത്വത്തിന്റെ സംഭാഷണമാണ്. ഈശോ മിശിഹ തന്റെ പിതാവിനോട് സംസാരിക്കുന്നതാണ്, പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ സംസാരിക്കുന്നതാണ്. ഇതിനകത്ത് സൃഷ്ടികൾക്ക് എന്ത് ഭാഗഭാഗിത്വമുള്ളൂ? നമുക്ക് എന്ത് ഭാഗഭാഗിത്വം? നമുക്ക് ദൂരെ നിന്ന് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പല സമയത്തും ഇതും കൂടെ നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ ശ്ലീഹന്മാരിൽ നിന്ന് അകന്ന് മലമുകളിലേക്ക് കയറിയിട്ട് അവിടുന്ന് പിതാവിനോട് സംസാരിക്കും നമ്മൾ കാണുന്നത്. കാരണം ഈശോ നമ്മുടെ കൂടെ ആണെങ്കിലും അവിടുന്ന് യഥാർത്ഥത്തിൽ നമ്മോടൊപ്പമുള്ളവനല്ല, നമ്മളെ പോലെയുള്ള ഒരാളുമല്ല. അവിടെ നമ്മുടെ ഒപ്പമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അപ്പോഴും അവിടുന്ന് തന്റെ അന്തസത്തയിൽ അവിടുന്ന് ദൈവമാണ്.
അവിടുന്ന് ദൈവമാണ്. അപ്പൊ ദൈവത്തോട് ഒരു ഫുൾ കമ്മ്യൂണിക്കേഷനിലാവാൻ പറ്റുന്നത്, ഒരു സംഭാഷണത്തിന്റെ കൂട്ടായ്മയുടെ പൂർണ്ണതയിലാകാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് പിതാവിനോടുള്ള ബന്ധത്തിന്റെ ആ ബന്ധം എന്താണ്? കമ്മ്യൂണിയനാണ്, കൂട്ടായ്മയാണ്. ആ ബന്ധത്തിന്റെ അനുഭവമാണ് യഥാർത്ഥത്തിൽ ആ ദൈവാരാധന. അപ്പൊ അതെന്ന് വെച്ചാൽ ഈശോ മിശിഹ പിതാവിനോട് സംസാരിക്കുന്നതും പിതാവ് മിശിഹായോട് സംസാരിക്കുന്നതും ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ സംസാരിക്കുന്നതിനെയുമാണ് ലിറ്ററലായിട്ട് ആരാധനാക്രമം എന്ന് വിളിക്കേണ്ടത്. ഇനി നമ്മൾ എങ്ങനെയാണ് അതിനകത്ത് പങ്കാളിയാകുന്നത്? നമ്മളെ ഈശോ മിശിഹ പങ്കാളിയാക്കിയത് കൊണ്ടാണ്. എങ്ങനെയാണ് ഈശോ നമ്മളെ പങ്കാളിയാക്കിയത്? അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മെ ഒട്ടിച്ചേർത്തു. പരിശുദ്ധ മാമോദീസയാൽ നമ്മെ ഒട്ടിച്ചേർത്തു. അതായത് മാമോദീസ സ്വീകരിക്കുന്ന നിമിഷം മുതലാണ് നമുക്ക് ദൈവാരാധനയിൽ അവകാശം ഉണ്ടാകുന്നത്, ദൈവാരാധനയിൽ ഭാഗഭാഗിത്വമുള്ളൂ. അതുവരെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സിറമലബാർ കുർബാനക്രമത്തിനകത്ത് ഞാൻ മുമ്പ് ദിവസം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറഞ്ഞത് മാമോസ സ്വീകരിക്കാത്തവർക്ക് പോകാം, ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവർക്ക് പോകാം എന്ന് ചെല്ലുന്നത് കേട്ടിട്ടുണ്ടാവും. അവർ മാമോസ സ്വീകരിക്കാത്തവരോടാണ്. അവർ അതിന് പുറത്തേക്ക് അവർക്ക് പ്രബോധനം ശ്രവിക്കാനൊക്കെ പറ്റും. പക്ഷെ അവർ ഇതിന്റെ ഭാഗവാക്കുകളാകുന്നത്, ഈ വലിയ മിസ്റ്ററിയുടെ രഹസ്യത്തിന്റെ ഭാഗവാക്കുകളാകുന്ന എപ്പോഴാണെന്നറിയാമോ? അവര് പരിശുദ്ധ മാമോദീസയാൽ ഈശോ മിശിഹായുടെ ശരീരത്തിന്റെ അവയവങ്ങളായി തീരുമ്പോഴാണ്. അതുവരെ അവർ പുറത്തുനിന്ന് കാണുന്നവരാണ്. അവർക്ക് അതിന്റെ ശരിയായ വിധത്തിലുള്ള പങ്കാളിത്തമില്ല. ഈ ഭൂമിയിലെ മറ്റെല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. അവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സാധിക്കില്ല എന്നാണ് പറയേണ്ടത്. കാരണം ദൈവമാണ്, നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ നമ്മുടെ കാര്യമൊക്കെ അദൃശ്യനായ ദൈവത്തോട് പറയാനൊക്കെ പറ്റും. പക്ഷേ ദൈവത്തോടുള്ള പൂർണ്ണതയുള്ള ഒരു സംഭാഷണം സാധ്യമല്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. ഒരു ചെറിയ പൂച്ചക്കുഞ്ഞും മനുഷ്യനും തമ്മിൽ പോലും സംഭാഷണം സാധ്യമല്ലാതിരിക്കെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ സംഭാഷണം എങ്ങനെ സാധ്യമാകും? നിത്യതയിൽ ജീവിക്കുന്ന സർവശക്തനായ പരമപരിശുദ്ധനായ നന്മ മാത്രമായിരിക്കുന്ന നമുക്ക് നമ്മുടെ സകല ഭാവനകൾക്കും ചിന്തകൾക്കും അതീതനായ ആ ദൈവത്തോട് തുല്യതയോട് സംസാരിക്കാൻ, സംഭാഷണത്തിൽ ഏർപ്പെടാൻ മനുഷ്യൻ എങ്ങനെയാ പറ്റുന്നത്? അവന് കുറച്ച് പാട്ട് പാടാനോ കുറച്ച് നന്ദി എന്ന് പറയാനോ ഒക്കെ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് ഒരു സംഭാഷണം സാധ്യമല്ല. ഇതറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? പിതാവിനോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മോട് കൂടെ വസിച്ച് നമുക്ക് വേണ്ടി മരിച്ച് നമ്മോടൊത്തടക്കപ്പെട്ട് എന്നാൽ മരണത്തെ അതിജീവിച്ച് നമ്മിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് അവിടുന്ന് തൻ്റെ ശരീരത്തെ പരിശുദ്ധ സഭയാക്കി മാറ്റി. തൻ്റെ ഉത്ഥിത ശരീരത്തെ, മഹത്വീകൃത ശരീരത്തെ പരിശുദ്ധ സഭയാക്കി മാറ്റി. എന്നിട്ട് അതിൽ നമ്മെ തൻ്റെ ഈ പറഞ്ഞ പരിത്രാണ കർമ്മങ്ങൾ കൊണ്ട് ഒട്ടിച്ചേർത്തു. ഞാൻ ഇതൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ടെക്നിക്കൽ വാക്കുകൾ പറയും. എന്ന് വെച്ചാൽ ഈശോയുടെ പരിത്രാണ കർമ്മത്തിന്റെ ഫലങ്ങളാണ് മാമോദിസ. ഈശോയുടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർക്കപ്പെടുകയും ചെയ്യുന്നതാണ് മാമോദിസ. അപ്പൊ അത് നമുക്ക് തന്നുകൊണ്ട് നമ്മളെയും കർത്താവിനോടൊത്ത് മരിക്കുകയും അടക്കപ്പെടുകയും ഉത്ഥാനം ചെയ്യപ്പെടുകയും ചെയ്ത് നമ്മയും ഈശോയുടെ ശരീരത്തിന്റെ അവയവങ്ങളാക്കി. അങ്ങനെയാണ് നമ്മൾ തിരുസഭയുടെ അംഗങ്ങളായി മാറുന്നത്. അങ്ങനെ അംഗങ്ങളായി മാറിയത് കൊണ്ടാണ് നമുക്ക് ആരാധനയിൽ ഭാഗഭാഗിത്വമുള്ളത്. എന്ന് വെച്ചാൽ മാമോസ സ്വീകരിച്ചത് കൊണ്ടാണ് നമുക്ക് ആരാധനയിൽ ഭാഗഭാഗിത്വമുള്ളത്. മാമോസ സ്വീകരിക്കുന്ന വഴി നമുക്ക് എന്ത് കിട്ടി? നമുക്ക് മിശിഹായുടെ ശരീരത്തോടുള്ള ബന്ധമുണ്ടായി. നിത്യപുരോഹിതനായ ഈശോ മിശിഹായോട് ഒട്ടിച്ചേരുന്നത് വഴി നമുക്കും അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കാളിത്തം കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ രാജകീയ പുരോഹിത ഗണമാണ് എന്ന് നമുക്കറിയാവുന്നത്. എന്ന് വെച്ചാൽ ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള പങ്കാളിത്തം മാമോസ വഴി നമുക്ക് ലഭ്യമാകും. അതുകൊണ്ടാണ് നിത്യപുരോഹിതനായ ഈശോ പിതാവിന് അർപ്പിക്കുന്ന ബലിയിൽ നമുക്കും പങ്കുചേരാൻ പറ്റുന്നത്. നമ്മളും ആ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നത് കൊണ്ടാണ് മാമോസ വഴി. അങ്ങനെ ഈശോ മിശിഹായുടെ ഗാത്രത്തിൽ, അവിടുത്തെ ഉത്ഥിത ശരീരത്തിൽ നമ്മൾ പങ്കുചേരുന്നത് കൊണ്ട് നമുക്ക് ഈശോ മിശിഹ വഴി ത്രിത്വത്തോട് സംസാരിക്കാൻ പറ്റും. ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സത്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. നമ്മൾ പോയി കുറച്ച് പ്രാർത്ഥന ചെല്ലുമല്ല ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ഗാനങ്ങൾ ഉരുവിടുകയോ ഒരു പുസ്തകത്തിൽ നോക്കി പണ്ടെങ്ങോ എഴുതപ്പെട്ട കുറച്ച് പ്രാർത്ഥനകൾ വായിക്കുകയോ അല്ല ചെയ്യുന്നത്. പകരം ഈശോ മിശിഹ പിതാവിനോട് സംഭാഷണം നടത്തുമ്പോൾ, ബന്ധത്തിലാകുമ്പോൾ, കൂട്ടായ്മയിലാകുമ്പോൾ ഈശോ മിശിഹായുടെ അവയവങ്ങളായിരുന്നു കൊണ്ട് നമ്മളും അതിൻ്റെ പങ്കാളികളാകുന്നു എന്നതിനെയാണ് ആരാധനാക്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ത്രിത്വത്തിന്റെ പ്രവൃത്തിയാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തമ്മിലുള്ള കൂട്ടായ്മയിൽ നമ്മളും കൂടെ
ഭാഗഭാക്കുകളാകാൻ വിളിക്കപ്പെടുന്നതാണ് ഈ ആരാധന. അതുകൊണ്ടാണ് ഈ ആരാധന, ഭൂമിയിലെ ആരാധന സ്വർഗീയ ആരാധനയുടെ മുന്നോടിയാണെന്നൊക്കെ പറയുന്നത്. സ്വർഗീയ ആരാധനയുടെ മുന്നോടിയാണ്, അഥവാ അത് ഈ ഭൂമിയിൽ ആസ്വദിക്കുന്നതാണ് നമ്മൾ. മരണശേഷം, ഉത്ഥാനശേഷം എന്താ സംഭവിക്കാനിരിക്കുന്നത്? ഉത്ഥാനത്തിൽ നമ്മൾ ഈശോ മിശിഹായുടെ ശരീരത്തിൽ പൂർത്തീകരിക്കപ്പെടും, സ്വർഗീയ ശരീരത്തിൽ പൂർത്തീകരിക്കപ്പെടും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഭൗമിക ശരീരത്തിലായിരുന്നു കൊണ്ടാണ്, അപ്പൊ അതിന്റെ പരിമിതികളുണ്ട്. ഉദ്ധിത ഗാത്രത്തിൽ നമ്മളും ഈശോ മിശിഹായുടെ ഉദ്ധിത ഗാത്രത്തോട് ലയിച്ച് നമ്മൾ ഈശോ മിശിഹായിൽ സ്വീകരിക്കപ്പെടും. ആ സമയത്താണ് നമുക്ക് ഈ സംഭാഷണത്തിൽ യഥാർത്ഥമായി പങ്കുചേരാൻ പറ്റുന്നത്, പൂർണ്ണതയിൽ പങ്കുചേരാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കൂട്ടായ്മയുടെ സ്നേഹം, പങ്കുവെക്കലിന്റെ സ്നേഹം, ഒന്നാകലിന്റെ സ്നേഹം, അതിന്റെ സമ്പൂർണതയിൽ നാം അനുഭവിക്കാനിരിക്കുന്നത് സ്വർഗത്തിലാണ്. ഇനി അത് തന്നെയാണ് അതിൻ്റെ ഒരു 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 പ്രാഥമിക രൂപത്തിൽ, മാനുഷിക രൂപത്തിൽ, ഭൗമിക രൂപത്തിൽ നമ്മൾ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് ഈ ആരാധനാക്രമത്തിലൂടെ കടന്നു പോകാത്ത ഒരാൾക്ക് അതിന്റെ പൂർത്തീകരണമാകുന്ന സ്വർഗരാജ്യം സ്വീകരിക്കുക എളുപ്പമല്ല. അതാണ് അതിന്റെ കുഴപ്പം. അതുകൊണ്ട് സത്യത്തിൽ ഈ സ്വർഗരാജ്യത്തിന്റെ മുന്നനുഭവമാണ് ഞായറാഴ്ച ആചരണം, കൂദാശകളുടെ പരികർമ്മം, ലിറ്റർജി ആസ് എ ഹോൾ. ഈ സ്വർഗരാജ്യത്തിന്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച ദിവസത്തെ നമ്മൾ സാബത്ത് ദിവസമായി, ആധുനിക കാലത്തിന്റെ സാബത്ത് ദിവസമായി കണക്കാക്കുന്നത്, ദൈവാരാധനയുടെ ദിവസമായി മാറ്റിവെച്ചിരിക്കുന്നു. ഇനി ഈശോ, ദൈവം എന്ത് ചെയ്തു? എല്ലാവരും, 1 തിമോഥെയോസ് 2:4 നമ്മൾ വായിച്ചത്, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് എത്തിച്ചേരണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം. സത്യത്തിന്റെ അറിവിലേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞാൽ തൻ്റെ ജ്ഞാനത്തിലേക്ക് നമ്മളും എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കും ദൈവം. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക്, ആ അനന്ത ജ്ഞാനത്തിലേക്ക്, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കും ദൈവം. എന്ത് ചെയ്തു? പൂർവ്വകാലങ്ങളിൽ പിതാക്കന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലെ രീതികൾ നമ്മുടെ പിതാക്കന്മാർ സംസാരിച്ചു. ഈ വലിയ സത്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കാൻ വേണ്ടി മനുഷ്യവംശത്തോട് ഘട്ടം ഘട്ടമായി ദൈവം സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം, ഹീബ്രൂസ് ചാപ്റ്റർ 1:1 തുടങ്ങുന്നത് അങ്ങനെയാണ്. പൂർവ്വകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരോട് ദൈവം വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും സംസാരിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ സംഭാഷണം ആരംഭിച്ചു. എന്നിട്ടോ സമയത്തിന്റെ പൂർത്തിയിൽ മാംസം ധരിച്ച വചനവും പരിശുദ്ധാത്മാവാൽ അഭിഷിക്തനുമായ സ്വപുത്രനിലൂടെ നമ്മോട് അവിടെ സംസാരിച്ചു. ഈശോ മിശിഹായിൽ നമ്മോട് സംസാരിച്ചു. ഈശോ മിശിഹായിൽ നമ്മോട് സംസാരിച്ച ദൈവം ഈശോ മിശിഹായിൽ നമ്മെ കേൾക്കും. അതാണ് ആരാധനാക്രമം. ഈശോ മിശിഹായിൽ നമ്മോട് തന്റെ പുത്രനെ അയച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച, പുത്രൻ ഏക മധ്യസ്ഥനായിക്കൊണ്ട് പുത്രൻ എന്ന മാർഗത്തിലൂടെ നമ്മോട് സംസാരിച്ച ദൈവം ആ പുത്രനിൽ നമ്മെ സ്വീകരിച്ചുകൊണ്ട് നമ്മെ കേൾക്കും. അങ്ങനെയാണ് നാം പിതാവിനോട് ബന്ധത്തിലാകുന്നത്. പിതാവിനോട് നമ്മെ ബന്ധപ്പെടുത്തുന്നത് വചനം മാംസമായി തീർന്ന പുത്രനാണ്. അവിടുന്നാണ് വചനം. ആ വചനം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ദൃശ്യമായ മാംസമായി മാറുകയും ചെയ്തു. കാരണം നമ്മൾ മാംസരൂപത്തിലാണ്. നമ്മോട് ഐക്യപ്പെടാൻ വേണ്ടി, നമ്മുടെ മാംസത്തോട് ദൈവത്തെ ഐക്യപ്പെടുത്താൻ വേണ്ടി, തിരിച്ചാണ് പറയേണ്ടത്, ദൈവത്തോട് നമ്മെ ഐക്യപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് നമ്മുടെ മാംസം സ്വീകരിച്ചു. എന്നിട്ടോ പരിശുദ്ധാത്മാവിൽ അഭിഷിക്തനായ സ്വപുത്രനെ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനും ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്താനുമായി ശരീരവും ആത്മീകവുമായ ഭിഷഗ്വരനും. ഇങ്ങനെ ഈശോയെക്കുറിച്ച് പറയാണ്. അവിടുന്ന് ആരാണ്? അവിടുന്ന് തകർന്നവരെ സുഖപ്പെടുത്തുന്നവനാണ്, ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യദായകനാണ്. അങ്ങനെ മനുഷ്യന്റെയും ദൈവത്തിന്റെയും മധ്യസ്ഥനുമായി ഈശോ മിശിഹായെ അയച്ചു. മനുഷ്യന്റെയും ദൈവത്തിന്റെയും മധ്യസ്ഥനുമായി ഈശോ മിശിഹായെ എന്നാണ് നമ്മൾ 5ാമത്തെ പാരഗ്രാഫിൽ വായിക്കുന്നത്. എന്താണ് ഈ മധ്യസ്ഥൻ? ഈശോ ഏക മധ്യസ്ഥൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനും അത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഈശോ ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നതും വിശുദ്ധർ മധ്യസ്ഥർ എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. എന്താണ് ഈശോ ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ? ഞാൻ ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള, എന്നാൽ ഒന്നുകൂടെ പറയാം. ദൈവം നമ്മളിപ്പോ പറഞ്ഞതുപോലെ ദൈവത്വത്തിൽ വസിക്കുന്നവനാണ്, നമ്മൾ മനുഷ്യരാണ്. ഇതിന് രണ്ടിനിടയ്ക്ക് കണക്ട് ചെയ്യുന്നതൊന്നും സാധാരണഗതിയിലില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ മധ്യത്തിൽ ആരുമില്ല. ഇതിനിടയ്ക്കുള്ള മധ്യത്തിലുള്ള വ്യക്തിയാണ് നമ്മെ ദൈവത്തോട് ബന്ധപ്പെടുത്തുന്ന, ഒരേ സമയം ദൈവവും അതേസമയം മനുഷ്യനുമായിക്കൊണ്ട് മനുഷ്യനെയും ദൈവത്തെയും, മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും കണക്ട് ചെയ്യുന്ന കണ്ണിയായി മനുഷ്യാവതാരം ചെയ്തത് ഈശോ മാത്രമാണ്. ഈശോ എന്ന ദൈവിക വ്യക്തി, പുത്രൻ തമ്പുരാൻ മാത്രമാണ് ഒരേ സമയം മനുഷ്യനും അതേസമയം പൂർണ്ണ ദൈവവുമായിരിക്കും, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കുന്നത് ഈശോ മിശിഹ മാത്രമാണ്. അതുകൊണ്ട് ഈശോ മിശിഹയാണ് ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ
മനുഷ്യത്വത്തിനും ദൈവത്വത്തിനും മധ്യസ്ഥിതനായിരിക്കുന്നവൻ ഈശോ മിശിഹ മാത്രമാണ്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് നമ്മെ പിതാവിനോട് ചേർക്കാൻ പറ്റുന്നത്. നമ്മുടെ സംഭാഷണം പിതാവിലേക്ക് എത്താൻ ഇടയാകുന്നത് ഈശോ മിശിഹ മധ്യത്തിലുള്ളത് കൊണ്ടാണ്. ഈശോയിൽ നമ്മൾ ഒട്ടിയിരിക്കുന്നു, അവിടുന്ന് ത്രിത്വത്തോട് ഒട്ടിയിരിക്കുന്നു. അതുവഴി നമുക്ക് ത്രിത്വത്തോട് ബന്ധമുണ്ട്. ഇതാണ് അതിന്റെ കാരണം. അപ്പം അങ്ങനെ ഒരേ സമയം ദൈവത്തിന്റെ മനുഷ്യന്റെയും മധ്യസ്ഥനുമായ, എന്നാൽ മറ്റു മധ്യസ്ഥർ സെബസ്ത്യാനോസിനെയോ ഒക്കെ മധ്യസ്ഥരെന്ന് വിളിക്കുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥനകളും യാചനകളും അർപ്പിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. ഈശോ മിശിഹായുടെ പോലെയല്ല. മധ്യസ്ഥനുമായി നമ്മുടെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അതെ, അവിടുത്തെ മനുഷ്യ സ്വഭാവം വചനമാകുന്ന ആളത്തത്തോട് ഒന്നായി ചേർന്ന് നമ്മുടെ രക്ഷയുടെ ഉപകരണമായി ഭവിച്ചു. ഇതൊരു വലിയ സെന്റൻസ് ആണ്. അതെ, അവിടുത്തെ മനുഷ്യ സ്വഭാവം വചനമാകുന്ന ആളത്തത്തോട് ഒന്നായി ചേർന്ന് നമ്മുടെ രക്ഷയുടെ ഉപകരണമായി ഭവിച്ചു. എന്താണ് ഈ ആളത്തം? പേഴ്സൺഹുഡ് ആണ്, ഡിവൈൻ പേഴ്സൺസ് ആണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഡിവൈൻ പേഴ്സൺസ് ആണ്. അപ്പോൾ പുത്രൻ തമ്പുരാൻ ദ പേഴ്സൺ ഓഫ് ഗോഡ് ആണ്. പിതാവായ ദൈവം പേഴ്സൺ ഓഫ് ഗോഡ് ആണ്. ഇനി ഈശോ മിശിഹായുടെ പ്രത്യേകത എന്താണ്? അവിടുന്ന് പുത്രൻ തമ്പുരാൻ എന്ന ദൈവിക വ്യക്തിയാണ്. പുത്രൻ തമ്പുരാൻ എന്ന ദൈവിക വ്യക്തിയാണ്. അതിനെയാണ് ആളത്തം എന്ന്, കുറച്ച് പഴയ മലയാള ഭാഷയാണ്, എന്നാൽ പോലും അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദൈവത്തിന്റെ ആളത്വങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം എന്താണ് സംഭവിച്ചത്? അവിടുത്തെ മനുഷ്യ സ്വഭാവം വചനമാകുന്ന ആളത്തത്തോട് ഒന്നായി ചേർന്ന് നമ്മുടെ രക്ഷയുടെ ഉപകരണമായി ഭവിച്ചു. ഇത് ഒരു അസെൻഡിങ് അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു തിയോളജിക്കൽ ലാംഗ്വേജ് ആണ്. അതായത് തിരിച്ചാണല്ലോ പറയേണ്ടത്. വചനം ഭൂമിയിലേക്ക് മാംസമായി ഇറങ്ങി വന്നു എന്ന് പറയുന്നതിന്റെ മറുവശമാണ് പറയുന്നത്, ഈ ദൈവം ഈശോ എന്ത് ചെയ്തു? മനുഷ്യ സ്വഭാവം വചനമാകുന്ന ദൈവത്തിന്റെ ആളത്വത്തോട് ഒന്നായി ചേർന്നു. മനുഷ്യ സ്വഭാവത്തിലായിരുന്ന മിശിഹ ആയിരിക്കെ ഈ മിശിഹായുടെ മനുഷ്യ സ്വഭാവം അവിടുന്ന് യഥാർത്ഥത്തിൽ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പിതാവിന്റെ പരിശുദ്ധ റൂഹായുടെ ദൈവത്വത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവിക വ്യക്തിയാണ്. അപ്പൊ പുത്രൻ തമ്പുരാൻ എന്ന ദൈവിക വ്യക്തിയിലെ, ത്രിത്വത്തിലെ ദൈവിക വ്യക്തിയോട് മിശിഹായുടെ മനുഷ്യഭാവത്തെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒന്നായി ചേർത്ത് നമ്മുടെ രക്ഷയുടെ ഉപകരണമായി ഭവിച്ചു. അതാണ് നമ്മുടെ രക്ഷയുടെ ഉപകരണമായി തീർന്നത്. അതായത് നമ്മളെ, മാംസത്തിൽ വസിക്കുന്ന നമ്മൾ, ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം ചെയ്ത, മാംസം ധരിച്ച മനുഷ്യാവതാരം ചെയ്ത മിശിഹായോട് നമ്മുടെ മാംസത്വം, നമ്മുടെ മനുഷ്യത്വം ഒരുമിച്ച് ചേർത്ത് ആ മിശിഹ തൻ്റെ പുത്രൻ തമ്പുരാൻ എന്ന ത്രിത്വത്തിന്റെ ഉള്ളിലെ ആളത്വത്തിന്റെ കൂട്ടായ്മയോട്, അവകാശത്തോട് കൂട്ടിച്ചേർത്ത് നമ്മെ രക്ഷിച്ചു എന്നാണ് ഈ പറഞ്ഞു വന്നത്. അതായത് നമ്മുടെ രക്ഷ സംഭവിക്കുന്നത് അവിടുന്ന് നമ്മെ സ്വശരീരത്തിൽ പിതാവിനോട് ബന്ധപ്പെടുത്തി എന്നാണ് എൻ്റെ ഒറ്റവാക്കി പറയാൻ കാര്യം. കുരിശുമരണം വഴി, സംസ്കാരം വഴി, ഉത്ഥാനം വഴി നമ്മെ വീണ്ടെടുത്ത തൻ്റെ ശരീരത്തിന്റെ ഏക ബലിയർപ്പണത്തിലേക്ക് അത് തന്നെ നമുക്ക് തന്ന്, മാമോദീസ തന്ന് നമ്മെ ഒട്ടിച്ചു ചേർത്തുകൊണ്ട് നമ്മെ അവിടുന്ന് യഥാർത്ഥത്തിലായിരിക്കുന്ന ത്രിത്വത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ ഉയർത്തി, നമ്മളെ സ്വീകരിച്ചു. ഇതാണ് ലിറ്റർജിയിൽ സംഭവിക്കുന്നത് എന്നാണ് കൗൺസിൽ പറയുന്നത്. ഇത്രയും വിശദീകരിച്ചാലാണ് ആ വാചകം എന്താ അർത്ഥമാക്കിയത് നമുക്ക് മനസ്സിലായി. അല്ല നമ്മൾ ചുമ്മാ അങ്ങനെ വായിച്ചു പോകുന്നു. അതുകൊണ്ട് മിശിഹായിൽ നമ്മുടെ അനുരഞ്ജനത്തിന്റെ സമ്പൂർണമായ പരിഹാരം പൂർത്തിയാവുകയും ദൈവാരാധനയുടെ സമ്പൂർണത നമുക്ക് നൽകപ്പെടുകയും ചെയ്തു. അതിനകത്ത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാണ് പറയാം. അതുകൊണ്ട് അങ്ങനെ അതുവഴി എന്ത് സംഭവിച്ചു? ഈശോ മിശിഹായിൽ നമ്മുടെ അനുരഞ്ജനത്തിന്റെ സമ്പൂർണമായ പരിഹാരം പൂർത്തിയായി. നമ്മുടെ അനുരഞ്ജനത്തിന്റെ സമ്പൂർണമായ പരിഹാരം പൂർത്തിയായി. എന്താണത്? എന്റെ പശ്ചാത്തലം ആദിമാതാപിതാക്കളെയൊക്കെ ഓർക്കുക. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പാപം മൂലം നമ്മുടെ ആത്മാവിനെ നമ്മൾ നഷ്ടപ്പെടുത്തി. നമ്മൾ പാപാവസ്ഥയിൽ മരണവിധേയരായി മാറി. അങ്ങനെ മരണവിധേയരായ നമ്മൾ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. ഇനി എന്താ ചെയ്യാവുന്നത്? അതിനെ കൂട്ടിച്ചേർക്കാൻ നമ്മളങ്ങ് വിചാരിച്ചാൽ പറ്റും എന്ന് കരുതരുത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ സാധാരണ മനുഷ്യരാണ്. തെറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിനെതിരെയാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ഭൃത്യൻ, ഒരു പട്ടാളത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു കാലാൾപ്പടയിൽ ഒരുത്തൻ, അവൻ രാജാവിന് മുമ്പ് ചെന്ന് ചീത്ത പറയുകയും തല്ലുകയും ചെയ്തു എന്നങ്ങ് സങ്കല്പിക്കുക. എന്താണ് അവന്റെ സ്ഥിതി? അവൻ അപ്പം തന്നെ തട്ടിക്കളി. പക്ഷെ എന്നിട്ട് അവനിങ്ങനെ പോകുന്നു.
അതിനുശേഷം ഇവർ തമ്മിൽ ഒരു അനുരഞ്ജനം നടക്കണം എന്ന് കരുതുക. ഇവൻ തന്നെ എന്നിട്ട് രാജാവേ ചെയ്തത് ശരിയായില്ല, ക്ഷമിച്ചാരേട്ടോ എന്ന് പറഞ്ഞാൽ മതിയോ? ഉറപ്പായിട്ടും പോരാ. അവന്റെ കയ്യിൽ നിൽക്കില്ല. പിന്നെ അത് അവന്റെ കയ്യിൽ നിൽക്കില്ല. കാരണം അവൻ ഈ അതിക്രമം ചെയ്തിരിക്കുന്നത് ചുമ്മാ അവന് തുല്യനായ ഒരാളോടല്ല, അവന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ചക്രവർത്തിയോടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ആര് വിചാരിക്കണം? രാജാവ് വിചാരിക്കണം. നമ്മുടെ സാധാരണ ഉദാഹരണത്തിൽ ഇനി ഇതിന്റെ അപ്പുറത്തേക്കൊന്ന് ഓർക്കുക, കുറച്ചുകൂടെ ഒന്ന് അപ്പുറത്തേക്ക് ഓർത്തേ. ഒരു കുഞ്ഞിന് അപ്പൻ വിലപിടിപ്പുള്ള ഒരു ഭക്ഷണം കഴിക്കുക ഒരു പാത്രം, ഒരു തളിക സമ്മാനം കൊടുത്തു എന്ന് ചോദിച്ചു. വളരെ വിലപിടിപ്പുള്ള ഒരു പാത്രം മേടിച്ചു കൊടുത്തു. കൊച്ചു അതിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു ദിവസം ദേഷ്യം വന്നപ്പോൾ ഈ കൊച്ചു വലിച്ചെടുത്ത് പൊട്ടിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കൊച്ചിന് പിന്നെ കഞ്ഞി കുടിക്കാൻ പാത്രമില്ലാതായപ്പം കൊച്ചിന് സങ്കടം തോന്നിച്ചോ, അത്രയും നല്ല പാത്രത്തിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പൊ കണ്ടില്ലേ ഈ സ്റ്റീൽ പാത്രത്തിലെ കഞ്ഞി കുടിക്കുന്നു, എനിക്ക് ആ പാത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. അവൻ ആ അവസ്ഥ വീണ്ടെടുക്കാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോൾ അത് വീണ്ടെടുക്കണം എന്ത് വേണ്ടി വരും? അത് നൽകിയവൻ വീണ്ടും അത് നൽകണം. അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഇത് പൊട്ടിപ്പോയതിന് പരിഹാരമാണ് സത്യത്തിൽ അത്. ഈ അപ്പൻ തന്നെ പോയി അധ്വാനിക്കണം, അപ്പൻ തന്നെ പോയിട്ട് പണമുണ്ടാക്കണം, അപ്പൻ തന്നെ അത് വാങ്ങണം, എന്നിട്ട് കൊച്ചിന് കൊടുക്കണം. അപ്പോഴാണ് ഈ കൊച്ചിനെ അത് സ്വീകരിക്കാൻ പറ്റുന്നത്. ഏതാണ്ട് ആ കൊച്ചിന്റെ അവസ്ഥയിലാണ് നമ്മൾ. കാരണം നമ്മൾ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞത് ദൈവം തന്ന ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. ഇനി മാത്രമല്ല, ദൈവം തന്ന പരിശുദ്ധിയാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് വീണ്ടെടുക്കാൻ പറ്റും, പരിഹാരം ചെയ്യാൻ പറ്റും. നമ്മൾ ഓർക്കണം, നമ്മൾ പലപ്പോഴും എന്നാൽ ഞാൻ പരിഹാരം ചെയ്തേക്കാം എന്ന് പറയാൻ നമ്മൾക്ക് ചിലപ്പോൾ ഒരു മടിയില്ലാണ്ട് നമ്മൾ പറയാറുണ്ട്. സാരല്ല, ഞാൻ കർത്താവിൻ്റെ അടുത്ത് പരിഹാരം ചെയ്തോളാം എന്നൊക്കെ നമ്മൾ കരുതാറുണ്ട്. ചിലപ്പോൾ ഒരു കുമ്പസാരെ കഴിഞ്ഞു വന്നാൽ നമ്മൾ പരിഹാരം ചെയ്തേക്കാം, 2 സ്വർഗസ്നായ ചെല്ലാനാ പറഞ്ഞേക്കാം, അപ്പൊ പിന്നെ അത് ചെല്ലിയാണെങ്കിൽ പരിഹാരം ചെയ്തേക്കാം എന്നൊക്കെ നമ്മൾ വളരെ ലൈറ്റായിട്ട് വിചാരിക്കും. നമ്മൾ കരുതുന്നത്ര നിസാരമല്ല ഈ പരിഹാരം ചെയ്യൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പരിഹാരം ചെയ്യൽ അത്ര നിസാരമല്ലാത്ത, എളുപ്പമല്ലാത്തത്? കാരണം ഈ അകൃത്യം ആരോടാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാള് തന്നേക്കാൾ പ്രായം കുറഞ്ഞ വഴിയെ പോയ ഒരു വഴക്കുണ്ടാക്കി നടന്ന ഒരു മനുഷ്യനെ ഒരു ചീത്തവാക്ക് വിളിച്ചു. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മനുഷ്യൻ ഇതേ ചീത്തവാക്ക് വിളിച്ചത് സ്വന്തം അപ്പനെയാണെങ്കിലോ? മറ്റതുപോലെയാണോ? അതേ വാക്കാ, ഞാൻ ഇവനെ വിളിച്ചപ്പോ അത് കുഴപ്പമില്ല, അവന് തിരിച്ചാണ്ട് പറഞ്ഞു തീർന്നു പോയില്ലേ എന്ന് പറയണത് പോലെ സ്വന്തം അപ്പനെ വിളിച്ചാലാവും. ഇനി അതിന്റെ മുകളിൽ ഒരു, ഇങ്ങനെ ഉദാഹരണം പറയുന്നത് ശരിയല്ല, വികാരിയച്ഛനെ പോയിട്ടാണ് വിളിക്കുന്നത് ചോദിച്ചു, ദേഷ്യം വന്നിട്ട്, അതിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇനി അതിന്റെ മുകളിലുള്ള ആളെ വിളിക്കുന്നെങ്കിലോ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിങ്ങനെ പറയേണ്ട ഉദാഹരണം പോലും പറയേണ്ടതല്ല. പരിശുദ്ധ മാർപ്പാപ്പയ്ക്കെതിരെ എങ്ങാനും ഒരാളിങ്ങനെ പറഞ്ഞു പോകുന്നു സങ്കല്പിച്ചു നോക്കി, എന്തു ഭീകരമാണ് എന്നോർത്തെ. നോക്കി, ഒരാൾ ആര് എന്നതിനനുസരിച്ച് നമ്മൾ ചെറുതെന്ന് കരുതുന്ന കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിക്കും. നമ്മളൊരു തിന്മ ചെയ്യുന്നത് ആർക്കെതിരെ എന്നതിനനുസരിച്ച് ആ പാപത്തിന്റെ ഗൗരവം വർദ്ധിക്കും. അല്ലാണ്ട് വെറുതെ ആ പ്രവൃത്തിക്കകത്തല്ല അതിന്റെ ഗൗരവം ഇരിക്കുന്നത്. അതിനകത്ത് മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ ആ ഒരു ചീത്തവാക്ക്, കൊച്ചൊന്നും അല്ല അതിങ്ങനെ വിളിക്കുന്നത്, ഒരു ചെറിയൊരു ചീത്തവാക്ക്, ഇത് ആർക്കെതിരെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് ഇതിന്റെ ഗൗരവം വർദ്ധിക്കുമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പാപം അത് എത്ര ചെറുതായിരുന്നാലും അത് ദൈവത്തിനെതിരെയുള്ള പാപമാണെന്ന് അറിയാമായിരിക്കെ നമുക്ക് എങ്ങനെ അതിനെ ചെറിയ പാപം എന്ന് വിളിക്കാൻ പറ്റും? ആലോചിച്ച് നോക്കിക്കേ. ദൈവത്തിനെതിരെയാണ് പാപമെന്നിരിക്കെ നമുക്ക് എങ്ങനെ ചെറുതെന്ന് വിധിക്കാൻ പറ്റും? അങ്ങനെ അത്രമാത്രം ഗൗരവമുള്ളതായിരിക്കെ നമുക്ക് എങ്ങനെ അതിന്റെ പരിഹാരം ചെയ്തു തീർക്കാൻ പറ്റും? നമ്മളെ കൊണ്ട് ഒരിക്കലും പരിഹാരം ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് ദൈവത്തിനറിയാം. നമുക്കൊരിക്കലും അതിനെ പരിഹരിക്കാനാവില്ല എന്ന് ദൈവത്തിനറിയാം. നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്റെ മൂല്യം നമ്മുടെ കയ്യിലിരിക്കുന്നതല്ല എന്ന് ദൈവത്തിനറിയാം. കാരണം ദൈവത്തിന്റെ മഹത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ആത്മാവിനെയാണ് നമ്മൾ വികലമാക്കുന്നത്. ആ പരിശുദ്ധിയാണ് പാപം മൂലം കളങ്കിതമാക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ അവൻ അത് വീണ്ടെടുക്കാൻ പറ്റില്ല എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ്, ഇനി ഈ വാചകം വായിക്കണം, അതുകൊണ്ടാണ് മിശിഹായിൽ നമ്മുടെ അനുരഞ്ജനത്തിന്റെ സമ്പൂർണമായ പരിഹാരം പൂർത്തിയാക്കി എന്ന് നമ്മൾ വായിച്ചു. എന്ന് വെച്ചാൽ ഈ അപ്പൻ തന്നെ നമ്മുടെ പരിഹാരത്തിന് വേണ്ടി ഈ തിരികെ കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനു വേണ്ടി പരിഹാരം ചെയ്യുന്നത് പോലെ ദൈവം നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മുടെ പരിഹാരം അവിടുന്ന് ഏറ്റെടുക്കലാണ്. കാരണം നീതി കൂടെ നിർവഹിക്കപ്പെടണം. ദൈവം വെറുതെ അങ്ങോട്ട് നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞാൽ പോരാ, നീതി കൂടി പൂർത്തിയാക്കപ്പെടണം.
ഈ ആരാധനാക്രമം എപ്പോഴും ഈ രക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, നീതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നീതി കൂടെ പൂർത്തിയാകണം. ദൈവം നീതിമാനാണ്, നീതി തന്നെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവം ചുമ്മാ അനീതിപരമായിട്ടൊരു കാര്യത്തെ പരിഹരിക്കാൻ ശ്രമിക്കില്ല, നീതിപൂർവമാണ്. തെറ്റിന് ശിക്ഷ സഹിച്ചുകൊണ്ട് തന്നെ വേണം അത് പരിഹരിക്കപ്പെടാൻ. അല്ലാണ്ട് വെറുതെ അങ്ങ് മായ്ച്ചു കളയാനൊന്നും പറ്റത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. പക്ഷേ ഈ ശിക്ഷ അവന് സഹിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവനെ കൊണ്ട് അത് തിരിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കൊച്ചു ചെയ്ത തിന്മ അത് അവനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അപ്പൻ തന്നെ പരിഹരിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാചകം ഇങ്ങനെ വായിച്ചത്: നമ്മുടെ അനുരഞ്ജനത്തിന്റെ സമ്പൂർണമായ പരിഹാരം പൂർത്തിയാക്കുകയും ദൈവാരാധനയുടെ സമ്പൂർണത നമുക്ക് നൽകുകയും ചെയ്തു. എന്താണ് ഈ ദൈവാരാധനയിലുള്ളത്? ഈശോ മിശിഹ ചെയ്ത പരിഹാര പ്രവൃത്തിയാണ് ഈ ആരാധനയിലുള്ളത്. ഈശോ മിശിഹ ഈ പരിഹാരം ചെയ്തിട്ട് ആ പരിഹാരം അവിടുത്തോടൊത്ത് സ്വീകരിക്കാനായി നമ്മെ ആരാധനാക്രമത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈശോ മിശിഹ പിതാവിന് നമുക്ക് വേണ്ടി അർപ്പിച്ച ഊനമറ്റ കുഞ്ഞാടാകുന്ന ലോകത്തിന്റെ പാപങ്ങൾ സംഭവിക്കുന്ന ഈശോ താൻ അർപ്പിച്ച ആ ബലിയുടെ ഫലങ്ങളിൽ നമ്മെ പങ്കുകാരാക്കിക്കൊണ്ട് ആ പരിഹാരം മിശിഹായോട് ചേർന്ന് പിതാവിനർപ്പിക്കാൻ എന്ന് വെച്ചാൽ, പിതാവിന് അത് ആവശ്യമുള്ളത് കൊണ്ടാണെന്ന് വിചാരിക്കരുത്. അതിന്റെ പരിഹാരം നമ്മൾ എപ്പോഴും ഏത് തെറ്റിന്റെയും പരിഹാരം നമ്മളൊരു സ്ഥലത്ത് കൊടുക്കണമല്ലോ, അർപ്പിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിതാവിന് അർപ്പിക്കുക എന്ന് പറഞ്ഞത്. പിതാവും പുത്രനും തുല്യരാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അങ്ങനെ പിതാവിന് അർപ്പിക്കാൻ നമ്മെ യോഗ്യരാക്കുന്നതാണ് ഈ ആരാധനാക്രമം. അതുകൊണ്ട് നമ്മളൊരു പരിശുദ്ധ ബലിയിൽ പങ്കുചേരുമ്പം, ആരാധനാക്രമത്തിൽ പങ്കുചേരുമ്പോൾ ഒക്കെ സംഭവിക്കുന്നത് ഈശോ മിശിഹായുടെ പ്രവൃത്തിയിൽ പങ്കുചേരലാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ആരാധനാക്രമം ഈശോ മിശിഹായുടെ പ്രവൃത്തിയാണ്. അത് പുത്രൻ തമ്പുരാന്റെ പ്രവൃത്തിയാണ് ആരാധനാക്രമം, നമ്മുടേതല്ല, നമ്മുടേതല്ല, നമ്മുടെ അധികാരത്തിന് കീഴിലുള്ളതല്ല, നമ്മൾ നിർമ്മിച്ചതല്ല, നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല ദൈവാരാധനാക്രമം. അത് ഈശോ മിശിഹായുടേതാണ്. ഈശോ മിശിഹായാണ് പിതാവിന് ബലി അർപ്പിക്കുന്നത്. ഈശോ മിശിഹായാണ് പിതാവിനോട് സംസാരിക്കുന്നത്. ഈശോ മിശിഹായാണ് തൻ്റെ ഉദ്ധിത ശരീരത്തിൽ നമ്മെ സംവഹിച്ചുകൊണ്ട് പിതാവിനോട്, പരിശുദ്ധ റൂഹായോട് നമ്മെ കൂട്ടിയോജിപ്പിക്കുന്നത്. ഇത് ഈശോ മിശിഹായുടെ മാത്രം പ്രവൃത്തിയാണ്. ഇനി പറയാൻ ശ്രദ്ധിക്കണം, ഈ കർത്താവ് അത് എന്തു ചെയ്തു? തൻ്റെ അതേ പൗരോഹിത്യം സ്വീകരിച്ച, തൻ്റെ അതേ പൗരോഹിത്യം കൈമാറിയ മെത്രാന്മാർക്ക് തൻ്റെ പൗരോഹിത്യത്തിന്റെ ഈ ബലിയർപ്പണത്തിന്റെ അധികാരത്തിൽ പങ്കാളിത്തം നൽകി. തന്നിൽ പൂർത്തിയാകേണ്ട ആരാധനാക്രമം തൻ്റെ അതേ പൗരോഹിത്യത്തിന്റെ സമ്പൂർണത വസിക്കുന്നവരാകയാൽ ശ്ലീഹന്മാരുടെ സംഘത്തിന് നൽകി. അതുകൊണ്ട് ഈശോ മിശിഹായെ തുടർന്ന് ഈ ശ്ലീഹന്മാരുടെ സംഘമാണ്, മെത്രാൻ സംഘമാണ് ദൈവ ആരാധനയുടെ കാര്യസ്ഥന്മാർ. ശ്ലീഹന്മാരുടെ സംഘമാണ്, ഈ മെത്രാൻ സംഘമാണ്, അവർ മാത്രമാണ് ദൈവാരാധനയുടെ കാര്യസ്ഥന്മാർ. അവരിലാണ് കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നത്. അവർ വഴിയാണ് ഈ ആരാധന നടക്കുന്നത്. മെത്രാന്മാർ വഴിയാണ്, മെത്രാൻ സംഘം വഴിയാണ് ഭൂമിയിൽ ദൈവാരാധന നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. മെത്രാൻ സംഘം വഴിയാണ് ദൈവാരാധന നടക്കുന്നത്. കാരണം അവിടുന്ന് അവർക്കാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കേട്ട ഏറ്റവും വലിയൊരു പാഷണ്ഡത, ഒരു എറോണിയസ് ടീച്ചിങ് എന്താണെന്നറിയാമോ? ആരാധനാക്രമം ഞങ്ങളുടേതാണ് എന്ന പറച്ചിലാണ്. ഇറ്റ് ഈസ് നെവർ എവർ സോ. ഒരിക്കലും അങ്ങനെയല്ല. ആരാധനാക്രമം നമ്മുടെയല്ല, നമുക്ക് തന്നിരിക്കുന്ന ദാനമാണ്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദാനമാണ്. വി ഡോണ്ട് ജനറേറ്റ് ഇറ്റ്, വി ഡോണ്ട് ക്രിയേറ്റ് ഇറ്റ്, വി ജസ്റ്റ് റിസീവ് ഇറ്റ്. മിശിഹായിൽ നിന്ന് നമ്മൾ അത് സ്വീകരിക്കുന്നു. മിശിഹ അത് ആർക്ക് നൽകി? ശ്ലീഹന്മാർക്ക് നൽകി, മെത്രാൻ സംഘത്തിന് നൽകി. അവരിൽ നിന്ന് നമ്മൾ എളിമയോടെ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആരാധനാക്രമത്തിൻ്റെയോ അതിൻ്റെ പരിഷ്കരണത്തിൻ്റെയോ അതിൻ്റെ നിയതരൂപം നിർവചിക്കുന്നതിൻ്റെയോ പരമാധികാരികളും ഏക അധികാരികളും മെത്രാൻ സംഘം മാത്രമാണ്. ഒരു സിനഡിന് മാത്രമാണ് ഇതിൻ്റെ മേൽ അധികാരമുള്ളത്. എന്ന് വെച്ചാൽ സിനഡിന് അതിന് ആരോടും അനുവാദമോ അഭിപ്രായമോ ചോദിക്കേണ്ട കാര്യമില്ലെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരച്ഛനോടും ഒരു പ്രസ്ബിറ്റേറിയത്തോടും ഒരു വൈദിക ഗണത്തോടും ഒരു ജനത്തോടും ഇതിന്റെ മേൽ ആരാധനാക്രമത്തിന്റെ കാര്യത്തിൽ അഭിപ്രായമോ ഉപദേശമോ ചോദിക്കേണ്ട കാര്യം മെത്രാൻ സംഘത്തിനില്ല. ഇത്
അവരോടുള്ള അടിമത്തമോ അവരുടെ സ്ഥാനത്തിന്റെ എക്സാജറേഷനോ ഒന്നുമല്ല. അതാണ് അതിന്റെ സിമ്പിൾ കോർ റിയാലിറ്റി. കാരണം ഈശോ മിശിഹ അത് അവർക്കാണ് നൽകിയത്. ഈശോയുടെ പ്രവൃത്തിയാണല്ലോ അത്. ഈശോ ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ അത്. ഈശോയുടെ നിത്യപൗരോഹിത്യത്തിന്റെ പ്രവൃത്തിയാണല്ലോ അത്. ആ നിത്യപൗരോഹിത്യത്തിൽ പങ്കുചേർത്തിരിക്കുന്ന, ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേർത്തിരിക്കുന്ന മെത്രാന്മാർ, രാജകീയ പൗരോഹിത്യം അത് മറ്റൊരു വിധത്തിലാണ് പങ്കുചേരുന്നത്. ഇവരെയാണ് കാര്യസ്ഥന്മാരെ ഏൽപ്പിച്ചത്. നിങ്ങൾ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് അവരോടാണ് പറഞ്ഞത്. പരിശുദ്ധ കുമ്പസാരം ഭരമേൽപ്പിച്ചത് ഈ 12 പേരെയാണ്. പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഈശോ കൊണ്ടുപോയത് ഈ 12 പേരെയാണ്. ജനത്തെ മുഴുവനല്ല, 12 പേരെയാണ്. അവരോടാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. നാട്ടുകാരോട് മൊത്തത്തിലല്ല, ഇത് മെത്രാന്മാരോട് ഇത് മാത്രമാണ്. അവർ ഈ ദൈവിക രഹസ്യത്തിന്റെ വിശ്വസ്തതയുള്ള സൂക്ഷിപ്പുകാരായി കളങ്കപ്പെടുത്താതെ ദൈവത്തിന്റെ ഹിതം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അതിന്റെ മേൽ തീരുമാനം എടുക്കാനും സർവോപരി സംരക്ഷിക്കാനും കടപ്പെട്ടവരാണ്. അവർ അതിന്റെ കസ്റ്റോഡിയൻസ് ആണ്. അതിന്റെ സ്വീകർത്താക്കളും അതിന്റെ സൂക്ഷിപ്പുകാരും അതിന്റെ ദാതാക്കളുമാണ്. അവർ മാത്രമാണത് എന്ന് നമ്മൾ ഓർക്കണം. ഒരു വൈദികൻ പോലും അങ്ങനെയല്ല. ഈ ബോധ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ വളരെ പോപ്പുലർ സെൻസിൽ ടു ഡെമോക്രാറ്റിക് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ആരാധനാക്രമം പോലും ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നൊക്കെ ധരിക്കുന്നത്. ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളും വിധേയമാക്കരുതാത്ത കാര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് സഭയുടെ ഒരു ഭൗതിക സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം, അതിനകത്തൊരു സംശയമില്ല, ചർച്ച ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് ജനത്തിന്റെ ഹിതം അന്വേഷിക്കണം. ഇപ്പം പരിശുദ്ധ സഭ ഒരു രൂപത തന്റെ വലിയ സമ്പത്ത് മുഴുവൻ എടുത്തിട്ട് ഒരു പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിക്കുമെന്ന് വിചാരിച്ചു. സ്വാഭാവികമായും അതെപ്പോഴും ദൈവജനത്തോട് ആലോചിച്ച് ചെയ്യുന്നതാണ് അതിന്റെ ഉചിതമായ രീതി, ആലോചിക്കപ്പെടേണ്ടതാണ്. ഇനി അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളോട് ആലോചിച്ചില്ല എന്ന് ചോദിക്കാനുള്ള സർവ്വ അവകാശവും ജനത്തിനുണ്ട്, ഒരു സംശയമില്ല. നമുക്ക് ചോദിക്കാം, കാരണം ഇത് നമ്മുടേതെല്ലാം കൂടിയാണ് എന്നത് കൊണ്ടാണത്. പക്ഷേ ആരാധനാക്രമത്തിന്റെ കാര്യത്തിലും 2 കാര്യങ്ങളിൽ, ആരാധനാക്രമത്തിന്റെ കാര്യത്തിലും വിശ്വാസവും ധാർമ്മികതയും സംബന്ധിക്കുന്ന കാര്യത്തിലും മെത്രാൻ സംഘത്തെ ആരും ഉപദേശിക്കാൻ യോഗ്യരല്ല. അവർക്ക് ആരുടെയും അഭിപ്രായം ചോദിക്കേണ്ടതില്ല. പിന്നെ അവരുടെ നന്മ കൊണ്ടോ അവരുടെ മനസാക്ഷി കൊണ്ടോ അവർക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയൊക്കെ തിയോളജിയൻസിനോടോ ആരോടെങ്കിലും ഒക്കെ ലിറ്റർജിസ്റ്റുകളോടോ ഒക്കെ സംസാരിക്കുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരുടെ നന്മയുടെ ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ. അവരതിന് കടപ്പെട്ടവരല്ല എന്ന് നമ്മൾ ഓർക്കണം. അത് അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന നിധിയാണ്. അവരാണ് അതിന്റെ സൂക്ഷിപ്പുകാർ. അവരാണ് അതിന്റെ പേരിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടത്. ഒരു വൈദികൻ പോലും ബലിയർപ്പിക്കുമ്പോൾ മെത്രാനാണ് ബലിയർപ്പിക്കുന്നതെന്ന് ഓർക്കണം. അതിനു വേണ്ടിയിട്ടാണ് മെത്രാന്റെ പേര് പറയുന്നത്. നമുക്ക് പിന്നീട് ആ വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. മെത്രാന്റെ പേര് പറയുന്നതിന്റെ പുറകിൽ പോലും ഉള്ളത് അതാണ്. അതുകൊണ്ട് ലിറ്റർജി ഭരമേൽപ്പിച്ചിരിക്കുന്നത് മെത്രാൻ സംഘത്തെയാണ്. അതുകൊണ്ട് ഈ ബോധ്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് അവകാശമില്ലാത്ത ഒരു കാര്യത്തിനകത്ത് നമുക്ക് എങ്ങനെ കൈയിടാൻ പറ്റുക? ഞങ്ങളോട് ചോദിക്കാതെ എന്തിന് ഈ കുർബാനയിൽ മാറ്റം വരുത്തി പിതാക്കന്മാരെ എന്ന് ചോദിക്കാൻ നമുക്ക് എന്താണ് അധികാരമുള്ളത്? നമുക്കില്ലാത്ത ഒരു അധികാരം ക്ലെയിം ചെയ്യുന്നത് സത്യത്തിൽ അതറിയുന്ന ആളുകൾക്ക് പുച്ഛമാണ് ഉണ്ടാക്കുക. എന്നോട് ചോദിക്കാതെയാണോ പ്രധാനമന്ത്രി ആ കരാറിൽ ഒപ്പുവെച്ചതെന്ന് ചോദിക്കുന്ന ഒരാളെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ലെ? ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചോദിക്കുകയാണ്, കഴിഞ്ഞ ഇടയ്ക്ക് ചില നേതാക്കന്മാർ വന്നപ്പം പ്രധാനമന്ത്രി കുറച്ച് ഒപ്പൊക്കെ ഇട്ടല്ലോ, കരാറൊക്കെ വിട്ടല്ലോ, ആരോട് ചോദിച്ചിട്ടാ? ഞങ്ങളോട് ചോദിച്ചോ എന്ന്. സത്യത്തിൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്, അല്ലെ? നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്, സാമ്പത്തിക കാര്യമാണ്. ഇപ്പൊ ജനത്തിന്റെ ഹിതമൊക്കെ അന്വേഷിക്കും. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ അധികാരമുണ്ട്. അതിന് നമ്മുടെ അനുവാദം ആവശ്യം. എന്നുപോലും അറിയാവുന്ന നമുക്ക് ഈ ലോകത്തിലെ ഒരു സാധാരണ സംവിധാനം പോലും അറിയാവുന്ന നമുക്ക് കർത്താവായ മിശിഹ ഈ 12 സ്ലീഹന്മാരെ മാത്രം തെരഞ്ഞെടുത്ത് തന്റെ പൗരോഹിത്യത്തിന്റെ വിവിധ ശുശ്രൂഷകൾ ഉൾക്കൊള്ളുന്ന പൗരോഹിത്യത്തെ അവരുടെ മേൽ സമ്പൂർണമായി നിവേശിപ്പിച്ച് അവർക്ക് മേൽപ്പട്ടത്തിന്റെ ശുശ്രൂഷ നൽകി തന്റെ ബലിയർപ്പണം അവർക്ക് നൽകിയിട്ട് അത് എൻ്റെ നാമത്തിൽ ആവർത്തിക്കാൻ അവരെ ഏൽപ്പിച്ചിട്ട് അവരത് അവരുടെ കൂട്ടുവേലക്കാർക്ക് കൈമാറ്റം ചെയ്യുകയും അവരിലൂടെ നിർവഹിക്കുകയും ചെയ്യുക മാത്രം ചെയ്തിരിക്കെ ഞങ്ങളോട് ചോദിക്കാതെയാണോ മെത്രാന്മാർ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ മാത്രം ഭോഷന്മാരായിട്ട് നമ്മൾ മാറരുത് എന്നുള്ളതാണ്. ഇത് ഒരു അടിസ്ഥാനപരമായ, ഇത് വെറുതെ ഒരു എളിമയുടെ വിഷയമല്ല, ഇത് അടിസ്ഥാനപരമായ അസ്തിത്വത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വിഷയമാണ്. ഞാൻ ആരാണെന്ന് അറിയുന്നതോടൊപ്പം തന്നെ ഞാൻ ആരല്ല എന്നതിനെ കുറിച്ചും അറിയേണ്ടതുണ്ട്.
അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട വൈദികരായാലും ശരി, അൽമായർ സഹോദരങ്ങളായാലും ശരി, നമ്മൾ ആരല്ല എന്നും കൂടി അറിയേണ്ടതുണ്ട്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ അറിവും ഒക്കെ വലുതായിരിക്കാം. ഒരുപക്ഷെ അഭിയുന്ന പിതാക്കന്മാരുടെ സംഘത്തെ, സിനഡിനെയൊക്കെ പഠിപ്പിക്കാൻ മാത്രം അറിവും ബുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ അറിവും ബുദ്ധി അല്ല ഇവിടുത്തെ വിഷയം. ഇത് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അതോറിറ്റിയാണ് വിഷയം. അവരുടെ മേലാണ് കർത്താവ് അത് ഏൽപ്പിച്ചത്. ഈശോ അത് ഏൽപ്പിച്ചത് അവരുടെ കഴിവ് പ്രാപ്തിയും പോലും അതിന്റെ ഇതിൽ പോലും അല്ല. കാരണം എന്താണ്? ആ കർത്താവ് തെരഞ്ഞെടുത്ത 12 സ്ലീഹന്മാർ ആ നാട്ടിൽ ഏറ്റവും പ്രഗത്ഭരൊന്നും ആയിരുന്നു പോലുമില്ല. മുക്കുവനായിരുന്ന പത്രോസോ പോലെയുള്ള ആളുകളൊക്കെ ആ സമൂഹത്തിലെ ഏറ്റവും രാജകൊട്ടാരങ്ങളിലൊക്കെ വലിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരിക്കെ കർത്താവ് തെരഞ്ഞെടുത്തത് തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയാണ്. അവർക്ക് അത് കൊടുക്കാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. അതങ്ങനെ ആകാൻ പാടില്ല എന്ന് നമുക്ക് എന്താണ് ചോദ്യം ചെയ്യാൻ അവകാശം? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ സമ്പത്ത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കാൻ എനിക്ക് പാടില്ലെന്നോ എന്നാണ് കർത്താവ് ഈ ആദ്യം മുതൽ പിന്നീട് അവസാനം വരെ വന്ന ജോലിക്കാർക്ക് കൂലി കൊടുക്കുന്നതിനെ ചോദ്യം ചെയ്തതിനെ കുറിച്ച സമയത്ത് ദൈവം പറയുന്നു എന്ന മട്ടിൽ ഈശോ മറുപടി പറഞ്ഞതാണ്, എന്റെ സ്വത്ത് കൊണ്ട് എനിക്കിഷ്ടമുള്ള കൈകാര്യം ചെയ്തു കൊടുത്തു. ഈ ദൈവത്തിന്റെ സ്വത്താണ് ദൈവം. ഈശോ മിശിഹ പീഡ സഹിച്ച് വീണ്ടെടുത്ത ജനത്തിനെ ആ പീഡാസഹനങ്ങൾ, വീണ്ടെടുപ്പിന്റെ ആ പീഡാസഹനങ്ങളെ കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരുടെ മേലാണ് ഭരമേൽപ്പിക്കുന്നത്. അത് നമ്മുടെ അവകാശമൊന്നുമല്ല. നമ്മൾ ആരാണ് അതിന്റെ മേൽ ക്ലെയിം ചെയ്യാൻ? എന്നോട് ചോദിക്കാതെ അതങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറയാൻ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തുമാത്രം അപഹാസ്യരായിട്ടാണ് മാറുന്നതെന്ന് ഓർത്തു നോക്കണം. നമുക്കില്ലാത്ത ഒരു അവകാശത്തിന്റെ മേൽ കൈകടത്തുകയും എന്നിട്ട് കേമന്മാരായി ചമയുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ അല്പത്വത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ അതേസമയം ആ വലിയ ശുശ്രൂഷയെ മാനിക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്താലുണ്ടല്ലോ, അതിന്റെ സർവ്വമഹത്വത്തിലും നമ്മളും പങ്കാളികളാണ്. നാളെ ഇതുവരെ തിരുസഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നത്. ഈശോ മിശിഹായുടെ കാലം മുതൽ ഇന്നു വരെ ഈ മെത്രാൻ സംഘത്തിലൂടെയാണ് ഈ ആരാധനാക്രമം സംരക്ഷിക്കപ്പെട്ടത്. അത് ഓരോ കാലത്തിൽ വോട്ടിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ നടത്തിക്കൊണ്ട് പോയൊന്നുമല്ല. കാരണം ഇത് ഈശോ മിശിഹായുടേതാണ്. കർത്താവിന് ചില ഉദ്ദേശമുണ്ട്. ഈശോയുടെ പരിത്രാണ കർമ്മത്തിന്റെ ഫലങ്ങൾ ഈശോ ആർക്കു കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈശോ മിശിഹ തന്നെയാണ്. അത് അവിടുന്ന് ആരെ ഏൽപ്പിച്ചിരിക്കുന്നോ അവിടെ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. മെത്രാന്മാരും അങ്ങനെയാണ് ചെയ്യുന്നത്. അവരും ചെയ്യുന്നത് എന്താണ്? they don't generate liturgy, they don't create it, they just receive it faithfully. ഇതിനകത്താണ് അഭിനന്ദ പിതാക്കന്മാർ ശ്രദ്ധ പുലർത്തുന്നത്. എന്ന് വെച്ചാൽ സ്ലീഹന്മാർക്ക് നൽകപ്പെടുകയും തലമുറകളിലൂടെ പരിശുദ്ധ സഭയിൽ പരിശുദ്ധ റൂഹ സംരക്ഷിക്കുകയും ചെയ്ത ആ ആരാധനാക്രമത്തെ അതിന്റെ ആദിമ പരിശുദ്ധിയിലും അതിന്റെ സൂക്ഷ്മതയിലും ആണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഇത് പരികർമ്മം ചെയ്യപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള കടമയുള്ളവരാണവർ. ദൈവസന്നിധിയിൽ കടപ്പെട്ടവരാണ്. അവർ ജനത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ ജനത്തിന്റെ വിംസ് ആൻഡ് ഫാന്റസീസിനനുസരിച്ച് കുറച്ച് പേർക്ക് ഇപ്പൊ ഇതാണ് ഇഷ്ടം, എന്നാ പിന്നെ അതങ്ങനെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കാൻ അവകാശമില്ലാത്തവരാണവർ. എന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിന് ഞങ്ങളെല്ലാം കൂടി ആവശ്യപ്പെടുകയാണ്, ഈ കുർബാന ഇച്ചിരി ബോറടിക്കണമായിരുന്നു, നമുക്കൊരു 5-6 പാട്ട് അതിനകത്ത് ഫിറ്റ് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടുകയൊക്കെ ചെയ്താൽ രസം ഉണ്ടാവും. ഞങ്ങൾ കുറച്ച് പാട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ ആയിട്ട് എന്നിട്ട് പിതാക്കന്മാർ ഈ പാട്ട് അതിനകത്ത് കയറണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുമെന്ന് വിചാരിച്ചു. ആ നേരത്തോ നിങ്ങളുടെ എല്ലാ ഇഷ്ടം അതാണെങ്കിൽ 2 പാട്ട് നിങ്ങൾ പാടിക്കൂ എന്ന് പറയാൻ അവകാശമില്ലാത്തവരാണവർ. കാരണം എന്താണ്? അവർക്ക് നൽകപ്പെട്ടത്, അവരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതിനെ വിശ്വസ്തയോടെ സൂക്ഷിക്കുകയും വിശ്വസ്തയോടെ വ്യാഖ്യാനിക്കുകയും വിശ്വസ്തയോടെ കൈമാറ്റം ചെയ്യുകയും ആണ് അവർ ചെയ്യേണ്ടത്, അവർ ചെയ്യുന്നത്. അത് അവരുടെ അധികാര പരിധിപ്പെടുന്ന കാര്യമാണ്. നമ്മൾ അതിൻ്റെ ഭാഗവാക്കുകളാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴേ ആരാധനാക്രമത്തിൽ നമുക്ക് ഭാഗഭാഗിത്വം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആരാധനാക്രമത്തിന്റെ പേരിൽ ദൈവത്തിനെതിരെ നിൽക്കുന്നവരായിട്ട് മാറും എന്നതാണ് ഇതിന്റെ നക്ഷൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഒരു പാരഗ്രാഫേ പറഞ്ഞു, ഞാൻ 5-6 പേജ് പറയാമെന്ന് വിചാരിച്ചാൽ തുടങ്ങിയത്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്താണെന്നറിയാമോ? ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ഇത് മിശിഹായുടെ പ്രവൃത്തിയാണ്, ത്രിത്വത്തിന്റെ പ്രവൃത്തിയാണ്. ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ലിറ്റർജി. നമുക്കിത് കൂടുതൽ വിശദീകരിക്കാനുണ്ട്, അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ വിശദീകരിക്കും. ഞാൻ ഇന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നത് ഈ ആരാധനക്രമത്തിന്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ചാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക്. അച്ഛൻ ഇന്ന് സംസാരിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഈ കാലഘട്ടത്തിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് ആണ്. ഏറ്റവും പ്രത്യേകമായിട്ട് ഞാൻ ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ത്രിത്വത്തെ കുറിച്ചാണ്. അത് പറയുന്തോറും കൂടുതൽ സംശയങ്ങൾ കയറി വരും. അച്ഛൻ ഇന്ന് പറഞ്ഞു ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ പരസ്പരമുള്ള സംവേദമാണ്, അതായത് സംഭാഷണമാണ് ആരാധന എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞാലും ഈ പിതാവിന് അധികാരത്തിൽ ഉന്നതിയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കണമല്ലോ. കാരണം
ഈ യോഹന്നാൻ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിനാണ്. അതുപോലെ തന്നെ പിതാവിനെ ആരാധിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നത്, ഈശോയെ ആരാധിക്കുന്ന പിതാവിനെ കാണുന്നില്ല. അപ്പോൾ ത്രിത്വം തുല്യമാണ് എന്ന് പറഞ്ഞാലും ആ ഒരു ഇതുണ്ട്. പിന്നെ മനുഷ്യാവതാരം ചെയ്തത് കൊണ്ടാണോ അതോ ദൈവത്തിന്റെ നേച്ചർ ഈശോയ്ക്ക് ഉള്ളത് കൊണ്ടാണോ സ്വയം എളിമപ്പെടുത്തുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈശോ എപ്പോഴും പറയുന്നത് എപ്പോഴും എളിമയുടെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. പിതാവ് വലുതും പുത്രൻ ചെറുതുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോ ഇതിന്റെ ഒരു വ്യാഖ്യാനം എങ്ങനെ വരും എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഈശോ പിതാവിനേക്കാൾ അല്പമെങ്കിലും താഴെയാണ് എങ്കിൽ ഈശോ ദൈവമാവുകയില്ല. ഈശോ പിതാവിനേക്കാൾ അല്പമെങ്കിലും താഴെയാണെങ്കിൽ ഈശോ ഒരിക്കലും ദൈവമായിരിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സാധ്യമല്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല, സത്തയിൽ പിതാവിനോട് തുല്യൻ എന്ന് നമ്മൾ വിശ്വാസപ്രമാണത്തിലേറ്റ് പറയുന്നുണ്ട്, അല്ലെ? സത്തയിൽ തുല്യരാണെങ്കിൽ അവർ തമ്മിൽ വ്യത്യാസമില്ല. ഇനി ദൈവിക വ്യക്തികൾ, 3 തുല്യരായ ദൈവിക വ്യക്തികളാണ് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവർ തമ്മിൽ ഏറ്റക്കുറച്ചിൽ ഇല്ലേയില്ല. ഇനി എന്തുകൊണ്ടാണ് അതുപോലത്തെ ഒരു ഭാഷ, അതുപോലത്തെ അവതരണങ്ങൾ, അതുപോലത്തെ ഇമേജറീസ് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, പിതാവ് എന്നെ അയച്ചു എന്ന് പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അതിന്റെ ഒറ്റ വാക്കിലെ ഉത്തരം, ദൈവത്തിനുള്ളിലുള്ള ആന്തരിക ബന്ധത്തെ നമുക്ക് വ്യക്തമാക്കുക എന്നൊരു ഉദ്ദേശം ഈശോയ്ക്കുണ്ട്. വ്യക്തമാക്കുക എന്നൊരു ഉദ്ദേശം, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഞാൻ ഇപ്പൊ പറയും. ആദ്യത്തേത് എന്താണ്? ദൈവത്തിന്റെ ആന്തരികതയിലെ ബന്ധം. നമ്മൾ പറഞ്ഞു 3 സ്വതന്ത്ര വ്യക്തികളാണെങ്കിൽ പോലും അവർ ഒരു ദൈവമാണ്. എങ്ങനെയാണ് അവർ ഒരു ദൈവമായിരിക്കുന്നത്? they mutually offer their will. അവർ ഓരോരുത്തരും തൻ്റെ ഇച്ഛാശക്തിയെ, തൻ്റെതായിട്ടുള്ളതിനെ ത്രിത്വത്തിലെ മറ്റ് 2 പേർക്കുമായി വിട്ടുകൊടുത്തിരിക്കുന്നു. അങ്ങനെ 3 പേരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇൻ എഫക്റ്റ് അവർക്കൊരു വില്ലേ ഉള്ളൂ, അവർക്കൊരു തീരുമാനമേ ഉള്ളൂ, ഒരു ഇച്ഛാശക്തിയേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് 2 കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത്. 1, സ്നേഹം കൊണ്ട്. 2, തന്നെ മുഴുവനും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന വിധേയത്വം കൊണ്ട്, അനുസരണം കൊണ്ട്. അനുസരണം എന്ന് പറയുന്നത് ത്രിത്വത്തിന്റെ ആന്തരിക ഭാവമാണ്. അനുസരണം എന്ന് പറയുന്നത് ത്രിത്വത്തിന്റെ ആന്തരിക ഭാവമാണ്. അതുകൊണ്ടാണ് ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ അനുസരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് തോട്ടത്തിനകത്തെ പഴം തിന്നിരുന്നൊക്കെ പറഞ്ഞു. ദൈവത്തിന്റെ ആന്തരിക ഭാവമാണ് അഥവാ ദൈവത്തിന്റെ ത്രിത്വത്തെ ഒന്നാക്കി നിർത്തുന്ന കൂട്ടായ്മയുടെ ഘടകമാണ് അനുസരണം. ഈ അനുസരണം, ഈ വിധേയത്വം അതൊരു മോശമായ കാര്യമല്ല. തൻ്റെ വില്ലിനെ മറ്റൊരാളുടെ വില്ലിനോട് ഒരുമിച്ച് ചേർക്കുന്നതിനെയാണ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ത്രിത്വത്തിനകത്ത് ഈ മ്യൂച്വൽ ഒബീഡിയൻസ് ഉണ്ട്. അപ്പൊ അത് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരികയാണിത്. ഒപ്പം ഈശോ പതുക്കെ പറയുന്നുണ്ട്, പുത്രൻ ചെയ്യുന്നതെല്ലാം പിതാവ് അപ്രൂവ് ചെയ്യുന്നു എന്ന് സംസാരിക്കുന്നുണ്ട്, അല്ലെ? പുത്രൻ ചെയ്യുന്നത് തന്നെയാണ് പിതാവ് എന്നും ഈശോ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇതുപോലത്തെ ഒരു ബന്ധമുണ്ടെന്നുള്ളതിന്റെ സൂചനകളാണ് ഈശോ നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഈശോ ദൈവത്വത്തിന്റെ ഉള്ളിലുള്ള വിധേയത്വം എന്ന് പറയുന്ന വലിയ പുണ്യത്തെ കുറിച്ച് സംസാരിക്കുക. ഇനി അതെന്തുകൊണ്ടാണ് പണ്ട് പരസ്യാവധികാലത്ത് ഒത്തിരി സംസാരിക്കേണ്ടി വരുന്നത്? മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈ വിധേയത്വത്തിന്റെ കൃപയാണ്. അതോടെയാണ് അവൻ പുറത്തായത്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈശോ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫിലിപ്പി ലേഖനത്തിലും ഹെബ്രായ ലേഖനത്തിലും ഒക്കെ പറയുന്നത്, അതെ, അവൻ കുരിശുമരണം വരെ തന്നെ താഴ്ത്തി. എങ്ങനെ താഴ്ത്തി? അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ഈശോ വന്നത് അനുസരണം വഴി നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈശോ അനുസരണമുള്ള പുത്രനായി തന്നെ അവതരിപ്പിക്കുന്നത്. ആവശ്യമില്ലാതിരുന്നിട്ടും. ആവശ്യമുള്ള ഒരാൾ ചെയ്യുന്നത് ന്യായമാണ്. പക്ഷെ ആവശ്യമില്ലാതിരുന്നിട്ടും അവിടുന്ന് ചെയ്യുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾക്ക് അവിടുന്ന് പരിഹാരം അർപ്പിക്കുന്നത്. ഈശോയ്ക്ക് അതിന്റെ ആവശ്യമില്ല, പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈശോ അനുസരിക്കേണ്ട മനുഷ്യന്റെ രൂപത്തിലേക്ക് വരികയും മാംസം ധരിക്കുകയും ചെയ്ത് അനുസരണത്തിന്റെ പ്രവൃത്തി ചെയ്തു. അനുസരണം വഴിയാണ് അവിടുന്ന് നമ്മെ വീണ്ടെടുക്കുന്നത്. അതുകൊണ്ട് ഈശോ ചെയ്യുന്ന വീണ്ടെടുപ്പ് പ്രവൃത്തിയുടെ മറ്റൊരു പര്യായപദമാണ് അനുസരണം. അതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് ഈശോ ദൈവത്വത്തെക്കാൾ താഴെ ആയതുകൊണ്ടല്ല, ഈശോയ്ക്ക് അങ്ങനെ അനുസരിക്കേണ്ടി വന്നതുകൊണ്ടല്ല, പകരം നമ്മുടെ വീണ്ടെടുപ്പ് നടക്കേണ്ടത് അനുസരണക്കേടിന്റെ പരിഹാരമായതുകൊണ്ട് അവിടുന്ന് അനുസരിക്കുന്നതാണ്. അതുവഴി നമുക്ക് വീണ്ടും ദൈവിക ഛായ ലഭിക്കും, കൂട്ടായ്മയുണ്ടാകും എന്നതാണ് എൻ്റെ കാര്യം. പക്ഷെ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തില് 4-ാം അധ്യായം 23 ഇങ്ങനെ പറയുന്നു, എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ഇതെങ്ങനെയാണ് ലിറ്റർജിയും ആരാധക്രമവും ഇതുമായിട്ട് എങ്ങനെയാണ് ഒന്ന്
ഇതിന് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ഈ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറയുന്ന ഒരു ഫ്രേസ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലത്ത് നമ്മൾ കാണും. സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ സമരിയക്കാരിയോട് സംസാരിക്കുമ്പോൾ ഈ മലയിലോ ആ മലയിലോ ഒന്നും അല്ല എന്നൊക്കെ പറയും. അപ്പം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാകുന്നത്? ഇതിനൊരു വലിയ പശ്ചാത്തലമുണ്ട്. മനുഷ്യവംശം നാളിതുവരെ പരിചയിച്ചിട്ടുള്ള പഴയ നിയമത്തിന്റെ പ്രതീകങ്ങളിലൂടെയൊക്കെയുള്ള ആരാധനയെല്ലാം ഈ ടെമ്പിൾ സെന്റേഡ് ആണ്. അതായത് ജെറുസലേം ദേവാലയ കേന്ദ്രീകൃതമാണ്. അവർ സിനഗോഗുകളിൽ പോലും ആരാധിക്കില്ല. സിനഗോഗുകളിൽ പോലും അവര് പ്രാർത്ഥന ശുശ്രൂഷകളാണ് നടത്തുക, ആരാധനയില്ല, എന്നുവെച്ചാൽ ബലിയർപ്പണമൊന്നുമില്ല. അപ്പം അങ്ങനെ ആരാധന നടത്തുന്നത് ദേവാലയ കേന്ദ്രീകൃതമായിരുന്നു. ഇനി ഈശോ മിശിഹ എന്ത് ചെയ്തു? നമ്മൾ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ഈശോ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ദേവാലയ ശുദ്ധീകരണം നടത്തുന്നു. എന്നിട്ട് അവിടെ വെച്ചുള്ള സംഭാഷണം ശ്രദ്ധിക്കണം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ ദേവാലയം പൊളിച്ചു കളയുക, 3 ദിവസം കൊണ്ട് ഞാൻ എന്നെ പുനരുദ്ധരിക്കും. ഈശോ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ വന്നിട്ട് കെട്ടിടം പണിയാന്നല്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഈശോ ഉദ്ദേശിച്ചത് തന്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞത് എന്ന് അപ്പോൾ ശിഷ്യന്മാർ ഓർത്തു എന്ന് ഈശോയുടെ ഉത്ഥാനശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. നോക്കിയേ, അവർ പൊളിച്ചു കളഞ്ഞ ആലയം തന്റെ ശരീരമാണ് എന്നും താൻ പടുത്തുയർത്തുന്ന പുതിയ നവീനമായ ആരാധനയുടെ ഭവനം അത് തന്റെ ശരീരമാണെന്നുമാണ് ഈശോ പറയുന്നത്. അതായത് ഈശോ 3-ാം ദിവസം നവീകരിക്കുന്ന, പുനരുദ്ധരിക്കുന്ന ആരാധനയുടെ സ്ഥലം അത് തൻ്റെ തന്നെ ശരീരമാണ്. അഥവാ മിശിഹായിലാണ്, മിശിഹായുടെ ശരീരമാകുന്ന സഭയിലാണ് ഈ ആരാധന നടക്കേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി എന്താണ് ഈ പറഞ്ഞു വന്നതിന്റെ ഉള്ളർത്ഥം എന്നറിയാമോ? ഈ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹായിൽ പരിശുദ്ധ റൂഹായിൽ ആരാധിക്കുക എന്നതിന്റെ അർത്ഥം. സത്യം എന്ന വാക്ക് ഈശോയെ സൂചിപ്പിക്കുന്നതാണ്. സത്യം എന്ന വാക്ക് ഈശോയെ സൂചിപ്പിക്കുന്ന. അവിടുന്നാണ് ആര് ചെയ്തത്? ഞാനാണ് സത്യം, ഞാനാണ് സത്യം, ഞാൻ വഴിയാണ്, സത്യമാണ്, ഞാനാണ് സത്യം. ഈശോയാണ് സത്യം എന്നതുകൊണ്ടാണ് പീലാത്തോസ് ചോദിക്കുകയാണ്, എന്താണ് സത്യം? ഈശോ ഒന്നും മിണ്ടിയില്ല. എന്താ മിണ്ടാത്തത്? ഈശോ അവനോട് പിണങ്ങിയിരുന്നതല്ല. ഈശോ പറയുകയാണ്, നിന്റെ മുമ്പിൽ നിൽക്കുമല്ലേ, എന്നിട്ടും നീ ഇത് കാണുന്നില്ല എന്നുകൊണ്ടാണ് ഈശോ മിണ്ടാണ്ട് അവിടെ തന്നെ നിന്നു കൊടുത്തത്. സത്യം ഇതാണ്, ഞാനാണ് സത്യം. അതുകൊണ്ടാണ് അവൻ ശരിയായ സ്ഥലത്താണ് ചോദിച്ചത്, എന്താണ് സത്യം എന്ന് ചോദിച്ചു. ശരിക്കും എന്താണ് സത്യം എന്നല്ല ചോദിക്കേണ്ടത്, ആരാണ് സത്യം എന്നാണ് ചോദിക്കുന്നത്. ഈശോ മിശിഹ എന്ന ദൈവിക വ്യക്തിയാണ് സത്യം. ഈശോ മിശിഹായാണ് സത്യം. സത്യം അതുകൊണ്ടാണ് വിശുദ്ധീകരണത്തിലുടനീളം അവിടുന്നാണ് സത്യം, ഞാനാണ് സത്യം എന്ന് ഈ യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ ഈശോയുടെ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ അവിടുന്ന് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാരണം ഇതാണ്, ഈശോയാണ് സത്യം. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ തന്റെ മോട്ടോയായിട്ട് സ്വീകരിച്ചിരുന്നത് സത്യത്തിന്റെ സഹകാരികൾ എന്നാണ്, കോ ഓപ്പറേറ്റേഴ്സ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ സഹകാരി എന്നാണ് തന്നെ വിളിച്ചത്. എന്ന് വെച്ചാൽ ഈശോ മിശിഹായുടെ സഹകാരി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം സത്യത്തിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ടു വർഷിപ്പ് ഇൻ ക്രൈസ്റ്റ് എന്നാണ്. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്നതിന് 2 അർത്ഥങ്ങളുമുണ്ട്. പരിശുദ്ധ റൂഹായിൽ ആരാധിക്കുക എന്ന്, ഈശോ മിശിഹായിൽ വസിക്കുന്ന പരിശുദ്ധ റൂഹായിൽ. നമ്മൾ അതുകൊണ്ടാണ് വിശുദ്ധത്തിലൊക്കെ നമ്മൾ വയ്ക്കില്ലേ, പരിശുദ്ധാത്മാവ് തന്നെ തന്റെ നിമന്ത്രണങ്ങളാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന്. നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ വേണ്ടത്. അപ്പൊ പരിശുദ്ധ റൂഹായിലുള്ള പ്രാർത്ഥനയാണ്. ഇനി മാത്രം അതിനൊരു എക്സ്റ്റേണൽ അർത്ഥം കൂടെയുണ്ട്. അതൊരു ശരീരത്തിന്റെ പ്രവൃത്തി എന്നതിനേക്കാൾ നമ്മുടെ കൂടെ ആത്മാവിന്റെ അർപ്പണമാണ് ഈ ആരാധന, ദൈവാരാധന. പഴയ നിയമത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യുന്നതായിരുന്നു ആരാധന എങ്കിൽ ഇത് ഒരാടിനെ കൊല്ലുന്നതിലോ ഒരു പ്രാവിനെ കൊല്ലുന്നതിലോ അല്ല, പകരം ആത്മാവിന്റെ പ്രവൃത്തിയാണ്, ആന്തരിക പ്രവൃത്തിയാണ് ആരാധന എന്ന 2ാമത്തെ അർത്ഥം കൂടി അതിനകത്തുണ്ട്. അപ്പൊ 1ാമത്തെ അർത്ഥം ഈശോ മിശിഹായിലും പരിശുദ്ധ റൂഹായിലുമാണ് ആരാധന നടത്തുന്നത് എന്നാണ് അതിന്റെ 1ാം അർത്ഥം. 2ാമത്തെ അർത്ഥം ഈ ലിറ്റർജി ഈസ് ആൻ ഇന്റേണൽ റിയാലിറ്റി, ഇന്റേണൽ ആക്ട് എന്നതാണ് അതിന്റെ 2ാമത്തെ. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ ആരാധനാക്രമത്തെ പറ്റി ഇപ്പോൾ ഒത്തിരി കോൺട്രവേഴ്സി ഒക്കെ ആൾക്കാർ ഈ അവനവനിസം, എല്ലാവർക്കും അച്ഛൻ പറഞ്ഞ പോലെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലേക്ക് പോകുന്ന ഒരു ചിന്താഗതി ഉണ്ട്. പക്ഷെ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് 3 സഭകളാണ് ഇന്ത്യയിലുള്ളത്, 3 രീതിയിലുള്ള ആരാധനാക്രമമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ആൾക്കാർ കൂടുതൽ ഡെമോക്രാറ്റൈസ് ചെയ്ത് പോകുന്നതിന്റെ ഒരു കാരണം, ഞാൻ ഇവിടെ കരിസ്മാറ്റിക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ക്ഷമിക്കണം, ഈ കരിസ്മാറ്റിക് ആരാധനാക്രമം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവർക്ക് തോന്നുന്ന രീതിയിൽ പല രീതിയിൽ നമ്മുടെ സഭയുടെ ഒരു കോഡ് ഓഫ് ഒരു മെത്തേഡ് ഉണ്ടല്ലോ, എഴുതിയിട്ടുള്ള രീതിയിൽ പ്രാർത്ഥനയും ആരാധനയും നടത്താതെ ഓരോരുത്തർ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയല്ല ഒരു പ്രാക്ടീസ് നമ്മൾ പലപ്പോഴും ഓരോ ധ്യാന കേന്ദ്രങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം
പ്രധാനമായിട്ടും ജനങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നില്ലേ? അപ്പം ഞങ്ങളും അച്ഛന്മാരുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളും ആ സമയത്ത് നമ്മളെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതൊരു ആരാധനയായിട്ട് എടുത്ത് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ആരാധനക്രമം വരുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമല്ലേ? അത് ശരിക്കും നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അതായത് കരിസ്മാറ്റിക് നവീകരണത്തിന് അങ്ങനെ ബോധപൂർവമായ ഒരു ലക്ഷ്യം അങ്ങനെയില്ല. പകരം ഒരു എന്താ പറയാ, ഒരു എക്സ്പീരിയൻഷ്യൽ തലത്തിലുള്ള കുറച്ച് എന്താ പറയാ, ഒരു വ്യക്തിയുടെ ഭാഗമാണല്ലോ അവന്റെ വികാരങ്ങളും ഇമോഷൻസും ഒക്കെ. അപ്പൊ അതിനെയും കൂടി ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതി പരിചയപ്പെടുത്തലാണ് ശരിക്കും കരിസ്മാറ്റിക് ചൈതന്യം മൂവ്മെന്റ് നടത്തിയിട്ടുള്ളത്. അത് ഒത്തിരി പേരെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും പിന്നെ അത് അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് ചില ആളുകൾക്ക് ഇതിന്റെ ഉള്ളറിയണമെന്ന് ആഗ്രഹം തോന്നുന്നു. അനുഭവിക്കാനേ പറ്റാത്ത ആളുകൾ ചിലപ്പോൾ ഇത് തള്ളിക്കളയും. അപ്പൊ അങ്ങനെ ഒത്തിരി ആളുകളെ വീണ്ടെടുക്കാനായിട്ട് കരിസ്മാറ്റിക് പ്രയറുകളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ കരിസ്മാറ്റിക് ശുശ്രൂഷകൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആരാധനാ ക്രമത്തിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ എന്താ പറയാ, പോപ്പുലർ പ്രയേഴ്സിനും പ്രൈസ് ആൻഡ് വർഷിപ്പിനും പ്രയോറിറ്റി കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത് ലിറ്റർജിയാണ്. റിയൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത് ആരാധനക്രമമാണ്. അപ്പം ഒരു ധ്യാന കേന്ദ്രത്തിൽ അവിടുത്തെ പ്രാർത്ഥനയുടെ കേന്ദ്രം വിശുദ്ധ കുർബാനയും മറ്റ് കൂദാശകളും യാമപ്രാർത്ഥനകളും ആയിരിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ അത് അങ്ങനെ സംഭവിക്കാറില്ല. കുർബാനയൊക്കെ നടക്കാറുണ്ട്, പക്ഷേ പരിശുദ്ധ കുർബാന ഒരു ധ്യാനത്തിനകത്ത് ഒരു 5 ദിവസത്തെ ഒരു ധ്യാനം നടക്കുമെന്ന് ചോദിച്ചു. അതിൽ ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ ഏറ്റവും വിപുലവും സോളമായിട്ടുള്ള ലിറ്റർജി പരികർമ്മം ചെയ്യുക. എന്ന് വെച്ചാൽ അതിൻ്റെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നേരത്തെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് അത് ആസ്വദിക്കാൻ പറ്റുന്നത് പോലെ പരിശുദ്ധ കുർബാന അതിൻ്റെ പൂർണ്ണതയിൽ മനോഹരമായി പരികർമ്മം ചെയ്യുക. യാമപ്രാർത്ഥനകളൊക്കെ അർപ്പിക്കുക. അതോടൊപ്പം അതിനോട് കൂട്ടുചേർന്ന് മറ്റ് സമയങ്ങളിലൊക്കെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. എന്നിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുക, ഇതാണ് യഥാർത്ഥ പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇനി അതിൽ നിന്ന് തുടരുന്നതാണ് നമ്മൾ ഓരോരുത്തരും ആ ആനന്ദത്തിൽ തുടർന്നും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇതിന് അർത്ഥം ഉണ്ടാവില്ല എന്നും കൂടെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ാണ് അത് ബാലൻസ്ഡ് ആകും. അപ്പൊ ചിലപ്പോഴൊക്കെ അതിന്റെ ബാലൻസിന്റെ പ്രശ്നം കൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഒരു പാരലൽ ലിറ്റർജി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് അവരവർക്ക് തോന്നുന്ന പോലെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് ഒരു ലിറ്റർജി പോലെ തോന്നിപ്പിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചോദ്യം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രയോറിറ്റി കീപ്പ് ചെയ്യപ്പെടേണ്ടതുണ്ട് ആരാധനക്രമത്തിൽ എന്ന് തന്നെ വേണം പറയാൻ, മീൻസ് ധ്യാനങ്ങളിൽ. അതുപോലെ തന്നെ ഈ ആരാധന ത്രിത്വത്തിനാണ് നമ്മൾ ട്രഡീഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈസ്റ്റേൺ പൗരസ്ത്യ സഭകളെല്ലാം ത്രിത്വത്തിൽ ദൃഢവിശ്വാസം നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള ആ ചടങ്ങിലൊക്കെ പറഞ്ഞ ത്രിത്വ ആരാധന എന്നുള്ള ഒരു കൺസെപ്റ്റ് പലപ്പോഴും ഈ പ്രൊട്ടസ്റ്റന്റ് ഇൻഫ്ലുവൻസ് കൊണ്ടാണോ എന്നൊരു സംശയം. അത് എഗെയിൻ ഞാൻ കരിസ്മാറ്റിക്കാരെ കുറ്റം പറയുമല്ല. പലപ്പോഴും ഈ യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്നുള്ള ഒരു ചിന്താഗതി പ്രൊട്ടസ്റ്റന്റുകാർക്കുണ്ട്. അവർ ശരിക്കും നോക്കുവാണെങ്കിൽ അവർ ഒഫീഷ്യലി അവർ ത്രിത്വ ആരാധകരൊന്നും അല്ല, അവർ യേശുനാമക്കാരാണ്. അപ്പൊ ആ രീതിയിൽ ഒരു ചിന്താഗതി നമ്മളിപ്പോൾ ഒരു ഗ്ലോബൽ വില്ലേജിൽ പല ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുമ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ ത്രിത്വാരാധന എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഇപ്പൊ യേശു മാത്രമാണ് ആരാധനയ്ക്ക് പാത്രം എന്ന് പറയുമ്പോൾ അതിൽ പിതാവും പരിശുദ്ധാത്മാവും നമ്മൾ ഒഴിവാക്കുന്നില്ല അല്ലെ? ആ രീതിയിൽ ഒരു ചിന്താഗതി പലരും ഈ ത്രിത്വാരാധനയെ അവഗണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ അത് നമുക്കത് ശരിക്കും റിവൈവ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞത് പൂർണ്ണമായും ശരി തന്നെയാണ്. ഈ ത്രിത്വം ആണ് ആരാധിക്കപ്പെടേണ്ടത്. നമ്മൾ ചിലപ്പോഴൊക്കെ ഈശോ ഏക രക്ഷകനാണെന്നൊക്കെ ഒത്തിരി എംഫസൈസ് ചെയ്ത് പറയുന്നതിനിടയ്ക്ക് ഈശോയോട് മാത്രമായി ഈശോയെക്കുറിച്ച് മാത്രം പറയുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥന അതിൽ തന്നെ തെറ്റല്ല, പക്ഷെ അതിനൊരു എറോണിയസ് കാറ്റഗീസിസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈശോ മിശിഹായോട് മാത്രം പ്രാർത്ഥിച്ചാലും ത്രിത്വമുള്ള പ്രാർത്ഥന തന്നെയാകും, അതിനകത്തൊരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്നുള്ള സത്യമാണ്. കാരണം ലിറ്റർജിക്കലി പോലും ആദ്യകാലങ്ങളിൽ മാമോസ കൊടുത്തിരുന്നത് ഈശോയുടെ നാമത്തിലാണ്. സ്ലീഹന്മാര് മാമോസ കൊടുത്ത് ഈശോ മിശിഹായുടെ നാമത്തിൽ മാമോസ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾക്കകത്തൊക്കെ വായിക്കുന്നുണ്ട്. ഈശോയുടെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം അത് അവരെങ്ങനെ ധൈര്യപൂർവ്വം ചെയ്തതിന്റെ കാരണം എന്നറിയാമോ? ഈശോ പിതാവിനോടും പിതാവിനോടും റൂഹായോടും ഒന്നിച്ചായിരിക്കുന്ന, സെപ്പറേറ്റ് ചെയ്യാനാവാത്ത ദൈവമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. പക്ഷെ ആ ബോധ്യം മാത്രം പോരാ, അതിന് ആളുകൾക്ക് ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം, വ്യക്തത വേണം എന്നും കൂടെ സഭ ബോധ്യപ്പെട്ടപ്പോഴാണ് അതിനെ വിശദീകരിക്കാൻ തുടങ്ങിയത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പിന്നീട് അതിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ഒക്കെ ചെയ്തു. ഈ പ്രവൃത്തി നമ്മുടെ കാര്യങ്ങൾക്കകത്ത് നടക്കേണ്ടതുണ്ട്. ടെക്നിക്കലി സ്പീക്കിംഗ് അതിനകത്ത് കുഴപ്പമില്ല, ഈശോയോട് പ്രാർത്ഥിക്കുകയും ഈശോയെ കുറിച്ച് പറയുകയും ചെയ്യാം. പക്ഷേ അത് കേൾക്കുന്ന ആളുകൾക്ക് ഈ പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ
ട്രിനിറ്റിയെ മനസ്സിലാക്കാത്ത ആളുകൾ പറയുന്നത് പോലെയോ ആണ് നമ്മൾ പറയുന്നത് തെറ്റിദ്ധരിക്കാൻ ഇടവരരുത്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ട്രിനിറ്റേറിയൻ പെർസ്പെക്റ്റീവ് നമ്മുടെ ലിറ്ററേച്ചറിക്കകത്തൊക്കെ സമർത്ഥമായിട്ട് അതാണ് ഉള്ളത്. അതിനകത്ത് എപ്പോഴും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിന്ന് തന്നെ ചൊല്ലിക്കൊണ്ടാണല്ലോ ഓരോ പ്രാർത്ഥനയും തുടങ്ങുന്നു അവസാനിക്കുന്ന പോലെയൊക്കെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ട്രിനിറ്റേറിയൻ പെർസ്പെക്റ്റീവ് അത് ഭയങ്കര ശക്തമായിട്ട് എക്സ്പ്ലിസിറ്റ് ആണ്. നമ്മൾ അതിനെ കുറച്ചുകൂടി ആളുകളെ അറിയിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈശോ പൂർണ്ണമായിട്ടും മനുഷ്യനും ദൈവവുമാണ്. അപ്പോൾ ഏറ്റവും വലിയ ആരാധനയെ കുർബാനയിൽ നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ നരഭോജികളല്ലേ അച്ഛാ? ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് ഈശോയെ സ്വീകരിക്കുമ്പോൾ നരഭോജികൾ, ഇങ്ങനെ ആൾക്കാർ പലരും ചോദിക്കാനുള്ള ചോദ്യമാണ്. അത് ഒത്തിരി നിരീശ്വരവാദികളുടെ ഇടയ്ക്ക് നിന്നൊക്കെ ചോദിക്കാനുള്ള ചോദ്യമാണ്. നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം, നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മൾ ഒരു മനുഷ്യനെ തിന്നുകയല്ല ചെയ്യുന്നത്. പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് ഈശോ മിശിഹ എന്ന ദൈവിക വ്യക്തിയെ സ്വീകരിക്കുകയാണ്. ദൈവിക വ്യക്തി ആകുന്ന ഈശോ മിശിഹായുടെ സ്വർഗീയ ശരീരത്തിന്റെ സ്വർഗീയ ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എന്ന് വെച്ചാൽ മജ്ജയും മാംസവും രക്തവും ഒക്കെയുള്ള ഈശോയുടെ, പലസ്തീനയിൽ ജീവിച്ച ഈശോയുടെ ശരീരത്തിന്റെ ഒരു കഷ്ണമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. പകരം മഹത്വീകരിക്കപ്പെട്ട അദൃശ്യമായ അരൂപിയായ സ്വർഗീയമായ ഈശോയുടെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇനി ആ ശരീരം പരിശുദ്ധ സഭയാണ്. അതുകൊണ്ടാണ് റാറ്റ്സിംഗർ പാപ്പയൊക്കെ പറയുന്നത്, വെൻ യു റിസീവ് യൂക്കറിസ്റ്റ് യു ആർ റിസീവിങ് ദ ചർച്ച്. തിരുസഭയാണത്. പരിശുദ്ധ സഭയെ തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹോളി കമ്മ്യൂണിയൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈറ്റിംഗ് എന്നല്ല വിളിക്കുന്നത്, ഹോളി കമ്മ്യൂണിയൻ. പരിശുദ്ധ കൂട്ടായ്മയാണ്, പരിശുദ്ധ സംസർഗമാണ്. സഭയായിരിക്കുന്ന മിശിഹായുടെ ഗാത്രത്തോട് നമ്മൾ വീണ്ടും ലയിച്ചു ചേരുന്ന, ഒന്നായി തീരുന്ന സംഭവമാണത്. ഈശോ മിശിഹ എന്ന വ്യക്തിയാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഈശോ മിശിഹ എന്ന വ്യക്തിയാണ്, അല്ലാതെ ഒരു മനുഷ്യ ശരീരമല്ല. ഒരു മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ കഴിക്കുന്നതിനെയാണ് നമ്മൾ നരഭോജി എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് നരഭോജി എന്ന് പറഞ്ഞെങ്കിൽ ഹ്യൂമൻ ഫ്ലഷിനെ കഴിക്കുന്നതിനെ കുറിച്ചാണ് അത്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഒരിക്കലും ഒരു ഹ്യൂമൻ ഫ്ലഷ് ഭക്ഷിക്കുകയല്ല ചെയ്യുന്നത്. പകരം സ്വർഗീയനായ മിശിഹായെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുകയും ആ മിശിഹായോട് നമ്മൾ ഒന്നാവുകയും അതുവഴി നമ്മൾ തിരുസഭയിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. 2 സാമുവേൽ 7-ാം അധ്യായത്തില് 12 മുതൽ 16 വരെയുള്ള വചനങ്ങളില് നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനോട് പറയുന്നുണ്ടല്ലോ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റിയും യേശുക്രിസ്തുവിന്റെ രാജ്യത്തെ പറ്റിയും. അതില് 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. എബ്രായർ 4-ാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടവരാണ് അവൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ തെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകൾ യേശുക്രിസ്തുവിൽ ചുമത്തപ്പെടും, അങ്ങനെയുള്ള അർത്ഥത്തിലാണോ അത് പറയുന്നത്? അതായത് ഈ പഴയ നിയമത്തിന്റെ പ്രവചന ഭാഗങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതിന് അപ്പോൾ നിറവേറുന്ന ഒരു അർത്ഥമുണ്ട്, ഭാവിയിൽ നിറവേറുന്ന ഒരു പ്രൊഫറ്റിക്കൽ മീനിങ്ങും ഉണ്ട്. ആ സമയത്ത് നിറവേറുന്ന ഒരർത്ഥമുണ്ട്. ഇവിടെ ദാവീദിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ദാവീദിൽ പൂർത്തിയാകുന്ന ഒരർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ആ സമയത്ത് ചിലപ്പോൾ അറിയുക പോലും ചെയ്യാതെ ഭാവിയിൽ പൂർത്തിയാകുന്ന, ഭാവിയിലേക്ക് സൂചിപ്പിക്കപ്പെടുന്ന ഒരു പ്രൊഫറ്റിക് സെൻസും കൂടെയുണ്ട്. അപ്പൊ അതിനകത്തുള്ള എല്ലാം അതിലേക്ക് കൃത്യമായി ആട്രിബ്യൂട്ട് ചെയ്യപ്പെടണമെന്നില്ല. അതിന്റെ സെൻസോ അതിന്റെ അർത്ഥമോ അതിന്റെ ചില പ്രത്യേകതകളോ ഒക്കെ ആയിരിക്കും അതിനകത്ത് ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യെശയ്യാ പ്രവാചകനിൽ സഹനദാസനെ കുറിച്ച് പറയും. അതിനകത്ത് അവനൊരു മുറിവേറ്റപ്പെട്ട ഒരു മനുഷ്യൻ എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനകത്ത് അതിന്റെ ഒരു സഹിക്കുന്ന ഒരു ദാസനാണ് ഈശോ മിശിഹ എന്നാണ് അതിന്റെ കോർ മീനിങ്. അല്ലാതെ ഇസ്രായേൽക്കാർ ധരിച്ചു വെച്ചിരുന്നത് പോലെ ഒരു പ്രതാപശാലിയായ ഒരു ശക്തനായ ഒരു രാജാവ് വന്ന് എല്ലാം അടിച്ചു നിരത്തി സാമ്രാജ്യം സ്ഥാപിക്കുന്നതല്ല പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കണ്ടോ, പഴയ നിയമത്തിൽ തന്നെ വരാനിരിക്കുന്ന മിശിഹായെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇതുപോലത്തെ ഒരു സഹനദാസനെ കുറിച്ചുള്ളതായിരുന്നു എന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിയുന്നതാണ്. അപ്പം ഈ പ്രവചനങ്ങൾക്കൊക്കെ പിന്നീട് പൂർത്തിയാകുന്ന അർത്ഥങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് യെശയ്യായുടെ പ്രവചനത്തിൽ പറയുന്നതെല്ലാം എല്ലാ വാചകവും അങ്ങനെ തന്നെയല്ല എടുക്കപ്പെടുന്നത്. പകരം ഈശോ മിശിഹായിൽ പൂർത്തിയാകുന്നതായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പം
ഓ ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സൂചനകളാണ് ഈശോയെക്കുറിച്ച് നൽകുന്നത്. ഇനി അവിടെ ഈശോ ഈ പഴയ നിയമത്തിൽ ഒരാൾ പാപങ്ങൾ വഹിക്കുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞാടും ഒക്കെ അതിന്റെ ഭാഗമാണ്, വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിന്റെ കാര്യം എടുക്കാം. കുഞ്ഞാട് ശരിക്കും പാപമൊന്നും ചെയ്തിട്ടില്ല. കുഞ്ഞാടിന്റെ മേൽ പാപം ആരോപിക്കുകയൊക്കെ ചെയ്തു. കുഞ്ഞാടെന്ത് പാപം ചെയ്യാനാണ്? അപ്പൊ അങ്ങനത്തെ പ്രതീകങ്ങൾ, ദാവീദുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങൾ, ഇങ്ങനെ അനേകം പ്രതീകങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ എടുത്ത് കുരിശിൽ മരിച്ച ഈശോയിലേക്ക് വിരൽ ചൂണ്ടുന്നതുണ്ട് എന്ന് പുതിയ നിയമത്തിൽ ഹെബ്രായ ലേഖനത്തിൽ ഉൾപ്പെടെയുള്ള അനേകം ലേഖനങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ അത് ധാരാളമായിട്ട് കാണും. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അച്ഛാ എന്റെ സംശയം കുരിശ് വരച്ച് കുർബാന ആരംഭിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് തക്സയിൽ നമുക്ക് അങ്ങനെ ഒരു ക്രമം തന്നിട്ടില്ല. അപ്പം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ദൈവജനത്തിന്റെ, അതായത് ദൈവത്തിന്റെ ജോലിയിലുള്ള ദൈവജനത്തിന്റെ പങ്കുചേരലാണ് ലിറ്റർജി എന്ന് അച്ഛൻ പഠിപ്പിച്ചു. അപ്പം ദൈവം നൽകുന്ന ആ രക്ഷാകര രഹസ്യത്തിലേക്ക് നമ്മൾ ഡയറക്ട്ലി നമ്മൾ എൻ്റർ ചെയ്യുവാണ് പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ. ആ രക്ഷാകര രഹസ്യത്തിലേക്ക് നമ്മൾ ഡയറക്ട്ലി എൻ്റർ ചെയ്യുമ്പോൾ അവിടെ കുരിശ് വരച്ച് തക്സയിൽ ഇല്ലാത്ത ഒരു ക്രമം അനുസരിച്ച് കുരിശ് വരച്ച് കുർബാന ആരംഭിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. കാരണം ചില വൈദികർ അങ്ങനെ ചെയ്തു കാണുന്നു, ചിലവര് അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് എനിക്ക് സംശയം. അതായത് പ്രത്യേകിച്ച് പൗരസ്ത്യ പാരമ്പര്യത്തിലെ ആരാധനക്രമത്തിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അത് എപ്പോഴും ഒരു ആമുഖത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഇപ്പം സിറോ മലബാർ ക്രമത്തിലാണെങ്കിൽ അന്നാ പെസഹ തിരുനാളിൽ എന്ന ഗാനമാണ്, അല്ലെങ്കിൽ കൽപ്പന അനുസരിച്ച് നമുക്ക് ഈ കുർബാന ആരംഭിക്കാം എന്നതാണ് അതിന്റെ ആമുഖം. അതാണ് ശരിക്കുള്ള ആമുഖം. അപ്പം അതുപോലെ തന്നെ മറ്റൊരു ആമുഖം അതിനാവശ്യമില്ല എന്നുള്ള ധാരണ അതിന്റെ പശ്ചാത്തലമാണ്. ഇനി മാത്രമല്ല, ത്രിത്വത്തിന്റെ രഹസ്യത്തിലേക്കാണ് നമ്മളങ്ങ് പ്രവേശിക്കുന്നത് എന്നുള്ളത് കൊണ്ടും അതങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഏതൊക്കെ കാരണങ്ങളാലാണേലും സഭ, സിനഡ്, ആ പർട്ടിക്കുലർ ലിറ്റർജിയുടെ അധികാരികളായിരിക്കും സിനഡ്, എന്താണോ ആവശ്യപ്പെടുന്നത് അവരുടെ വിവേചനത്തിലും അവരുടെ തിരിച്ചറിവിലും അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആരാധനാക്രമ ബോധ്യങ്ങളിലും അതിന്റെ സഭയുടെ പാരമ്പര്യത്തിലും അത് പരിശോധിച്ചിട്ടാണല്ലോ. അതനുസരിച്ച് എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ചെയ്യാനാണ് സഭയ്ക്ക് ഉത്തരവാദിത്വമുള്ളത്. ഇനി അതോടൊപ്പം തന്നെ അതിനകത്ത് നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച്, ഒരു പ്രത്യേക റൂബ്രിക്സിനെ കുറിച്ച് സിനഡ് തന്നെ തീരുമാനിക്കുകയാണ്. അതിൽ മെത്രാന്മാർക്ക് ഡിസിഷൻ എടുക്കാം. അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലേക്ക് ഇത്ര കാലം വരെ മെത്രാന് അതിനകത്ത് അങ്ങനെ വേണമെന്നോ ഇങ്ങനെ വേണമെന്നോ രൂപതയിൽ ഒരുമിച്ച് അങ്ങനെ നിർദ്ദേശം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പം ഇനി അത് അങ്ങനെ ഒരു അനുവാദം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും സിനഡാണ്. അപ്പൊ അങ്ങനെ മർമ്മപ്രധാനമായ കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളിലോ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലോ ഒക്കെ ചില ഒരു കാര്യത്തിന്റെ മാറ്റത്തിന്റെ ട്രാൻസിഷന് വേണ്ടിയിട്ടോ ഒക്കെ എന്നുള്ള കാരണത്താലൊക്കെ സിനഡ് അതിന് അനുവാദം കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അനുവദനീയമാണ്. കാരണം സിനഡ് തന്നെ കൊടുത്ത ഇതാണ്. ഇനി അതങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചർച്ച ചെയ്യേണ്ടത് നമ്മളല്ല, അത് സിനഡാണ് ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ അധികാരപരിധിപ്പെടുന്ന കാര്യമല്ല. പക്ഷെ സിറോ മലബാർ ക്രമത്തിൽ നമുക്ക് പെട്ടെന്ന് മാറി എന്ന് പറയാവുന്നത് അതിനകത്ത് ടെക്സ്റ്റിൽ എന്താണോ തന്നിരിക്കുന്നത് അതാണ് നമ്മൾ അർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അച്ഛാ ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, രണ്ട് ബൈബിളിലെ വചനങ്ങളെ വെച്ചാണ് എനിക്കൊരു സംശയം ചോദിക്കാനായിട്ടുള്ളത്. ഒന്ന്, ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായം 12-15 വാക്യം. അവിടെ പറയുന്നുണ്ട് ഈ പാവങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായിട്ടുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞു. പിന്നെ തൊട്ട് താഴെ തന്നെ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി അത് പരിപൂർണമാക്കിയിരിക്കുന്നു. അപ്പം യോഹന്നാൻ 4:23 പറയുന്നുണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ ആരാധന ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സ്മോൾ ലെറ്റർ എസ് ആണ്, സ്പിരിറ്റ് ആണ്. അത് പരിശുദ്ധാത്മാവ് എന്നുള്ള അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്പിരിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആരാധന എന്ന് പറയുന്നത് പുറത്ത് വെച്ച് നടക്കുന്ന ഒരു കർമ്മം അല്ലല്ലോ, അത് ഉള്ളിൽ യേശുക്രിസ്തുവിൽ സത്യം, യേശുക്രിസ്തുവാണ്, വചനം സത്യമാണ്. അപ്പം അതും നമ്മുടെ ഉള്ളിൽ യേശുവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ അകത്തുനിന്നല്ല ഈ ആരാധന വരേണ്ടത്. ഈ ആരാധന എന്ന് പറയുന്നത് പുറമെ നടക്കുന്ന ഒരു പ്രവൃത്തി അല്ലല്ലോ, ഈ ഔട്ടർ സ്പേസിലാണ്. പക്ഷെ ഈ കുർബാന എന്ന് നമ്മൾ പറയുന്നത് അത് നമുക്ക് നിത്യജീവന് വേണ്ടി, ഈശോ പറഞ്ഞു ഇതെന്നെ കഴിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും നിത്യജീവൻ ഉണ്ടാകത്തില്ല. അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ യേശുവിന്റെ ശരീരവും രക്തം സ്വീകരിക്കുന്നത്. അപ്പൊ ഈ അപ്പസ്വലന്മാർ പറയുന്ന പോലെ അല്ല, അതായത് അപ്പം മുറിക്കൽ ശുശ്രൂഷയല്ലേ? നമ്മുടെ പേഴ്സണൽ നിത്യജീവന്റെ ഒരു ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലല്ല, പകരം
പരിശുദ്ധ സഭയുടെ കൂട്ടായ്മയുടെ ഭാഗമാവുക എന്നുള്ളതാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന്റെ ആദ്യത്തെ അർത്ഥവും അടിസ്ഥാനപരമായ അർത്ഥം. അതുവഴി നമുക്ക് നിത്യജീവൻ കിട്ടും. കാരണം ഈശോ അരുൾ ചെയ്തു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും, ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളുമാണ്. അങ്ങനത്തെ ഒരു മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് നടത്തുന്നത് പരിശുദ്ധ സഭയിലാണ്. തിരുസഭയാണ് മിശിഹാ ഗാത്രം, ഈശോ മിശിഹായാണ് പരിശുദ്ധ സഭ. ആ സഭയിലുള്ള ഭാഗഭാഗിത്വമാണ്. അഥവാ ഈശോ മിശിഹ സഭ സ്ഥാപിക്കുന്നത് പരിശുദ്ധ കുർബാന ആയിക്കൊണ്ടാണ്. ഒരപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരൊക്കെ ആ അപ്പവും ആ വ്യക്തിയുമായി കലർന്നു കഴിയുമ്പോൾ ഈ റിവൈൻഡ് അടിക്കുന്നവർ സങ്കല്പിച്ച് നോക്കി, അത് ഈ അപ്പത്തിലേക്ക് തന്നെ തിരികെ വരും. അങ്ങനെ അത് സ്വീകരിക്കുന്നവരൊക്കെ ഈ അപ്പത്തിന്റെ തന്നെ ഭാഗമായി തീരും, അഥവാ ഈശോ മിശിഹായുടെ ഭാഗമായി തീരും. അങ്ങനെ ഈശോ മിശിഹായുടെ ഭാഗമായി തീരാൻ വേണ്ടിയാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ആ ഈശോ മിശിഹ പരിശുദ്ധ സഭയാണ്. അപ്പൊ തിരുസഭയുടെ ഭാഗമാവുക, തിരുസഭയിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് തിരുസഭയിൽ ജീവിക്കുന്നതിന് തിരുസഭ നമുക്ക് തരുന്ന മിശിഹായുടെ ജീവനാണ്, പോഷണമാണ് പരിശുദ്ധ കുർബാന. അല്ലാതെ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ലേ അല്ല. അത് പരിശുദ്ധ സഭയുടെ കൂട്ടായ്മയാണ്. ഇനി ആരാധന അർപ്പിക്കുന്നത് തിരുസഭയാണ്, നമ്മൾ ഓരോരുത്തരും അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലെ ഒരു പ്രവൃത്തി, ഞാൻ എൻ്റെ ഈശോയോട് പ്രാർത്ഥിക്കുന്നു പറയുന്നത് കാത്തലിക് സ്പിരിച്വാലിറ്റി അല്ല, നെവർ ഒരു കാത്തലിക് സ്പിരിച്വാലിറ്റി അല്ല. പകരം കൂട്ടായ്മയുടേതാണ് ഈ ആരാധന. ആരാധിക്കുന്നത് സഭാഗാത്രമാണ്, ഞാനോ നീയോ അല്ല. പകരം സഭാഗാത്രമാണ് ആരാധിക്കുന്നത്. അതില് നമ്മൾ പങ്കാളികളാവുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനാക്രമം തന്നെ ഉപയോഗിക്കപ്പെടുന്നത്. കാരണം ഓരോരുത്തരുടെ പേഴ്സണൽ പ്രയറിൽ നിന്ന് ഇത് ഭയങ്കര വ്യത്യസ്തമാണ്. സഭയുടെ പ്രാർത്ഥന ഈശോ മിശിഹ എന്നേക്കുമായി അർപ്പിച്ച ആ ബലിയിൽ നമ്മൾ പങ്കാളികളാകുന്നതാണ്. ആ ബലി അതുകൊണ്ട് അതിന്റെ നീതരൂപത്തിൽ അതിന്റെ പബ്ലിക് സെലിബ്രേഷനിൽ അതാണ് അർപ്പിക്കപ്പെടുന്നത്. നമ്മൾ അതിന്റെ പങ്കാളികൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സഭയാണ് ഈ ആത്മാവും സത്യവും. അതിനകത്ത് നമ്മുടെ ആന്തരികമായ പങ്കുചേരൽ അതിനകത്തുണ്ട്. ഞാൻ ഉള്ളറിയാതെ പുറങ്ങോട്ട് നിൽക്കാന്ന് മാത്രമല്ല, ഉള്ള് അറിയേണ്ടതുണ്ട്. പക്ഷെ അപ്പൊ പോലും നമ്മളൊരു കാര്യം ഓർക്കണം, പരിശുദ്ധ കുർബാനയുടെ എല്ലാ ഉള്ളർത്ഥങ്ങളും ഞാൻ അറിഞ്ഞില്ലേലും കുഴപ്പം വരില്ല. അറിയാതിരിക്കാൻ വേണ്ടിയുള്ള എക്സ്ക്യൂസ് അല്ല അത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പാവപ്പെട്ട പ്രായമായ അമ്മച്ചി, അതിനൊന്നും വിദ്യാഭ്യാസം ഒന്നുമില്ല, അതവിടെ പോയിട്ട് ഇങ്ങനെ കുർബാനയെ കൂടുവാണ്. അതിന് ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ലെന്നിരിക്കും. പക്ഷെ അവൾക്കത് മനസ്സിലായില്ലെങ്കിലും അവൾ ഭാഗമായിരിക്കുന്ന, അവളും കൂടെ അവയവമായിരിക്കുന്ന ആ സഭാഗാത്രത്തിന് അതറിയാം. തിരുസഭയ്ക്ക് അതറിയാം. തിരുസഭയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ലേലും ഞാൻ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാനും അതിന്റെ ഭാഗമാക്കാണ്. അങ്ങനെയാണ് ആരാധനക്രമത്തെ മനസ്സിലാക്കേണ്ടത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, ദൈവാരാധന അത് യഥാർത്ഥത്തിൽ അങ്ങയുടെ ത്രിത്വത്തിന്റെ കമ്മ്യൂണിയനോട്, കൂട്ടായ്മയോട് നടത്തുന്ന സംഭാഷണമാണെന്നും കൂട്ടായ്മയുടെ ബന്ധമാണെന്നും ഞങ്ങൾ അറിയുന്നു. ആ ബന്ധത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ വലിയ കാരുണ്യത്തോടെ, നിസ്സാരരും ബലഹീനരുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് വലിയ കാരുണ്യത്തോടെ കൂട്ടിച്ചേർത്തു. ഞങ്ങളെ അങ്ങയോട് ഒന്നാക്കി തീർത്തു. സ്വർഗത്തിൽ ഞങ്ങൾ പൂർത്തിയിൽ അനുഭവിക്കാൻ പോകുന്നത് ഈ ആരാധനയുടെ സമ്പൂർണതയാണ്. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആരാധനാക്രമത്തെ വിലയുള്ളതായി കരുതാൻ, വിശ്വസ്തയോടെ അതിൽ പങ്കാളികളാവാൻ, അതിൻ്റെ സ്വീകർത്താക്കളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് അങ്ങ് ഭരമേൽപ്പിച്ചിരിക്കുന്ന മെത്രാൻ സംഘത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അവരെ ശക്തിപ്പെടുത്തണമേ. ആന്തരിക ജ്ഞാനത്താൽ അവിടുന്ന് അവരെ വളർത്തണമേ. കർത്താവായ ഈശോയെ, സ്വർഗീയ വരങ്ങളാൽ അവിടുന്ന് അവരെ നിറയ്ക്കുകയും ജീവത്യാഗം ചെയ്തും പരിശുദ്ധ സഭയുടെ ആരാധനാക്രമത്തെ സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കാനും പകർന്നു കൊടുക്കാനും കഴിയുന്ന വിധത്തിൽ കൂട്ടായ്മയിൽ അവിടുന്ന് അവരെ നിലനിർത്തുകയും ചെയ്യണമേ. ഞങ്ങളെയും ആ കൂട്ടായ്മയോട് ചേർക്കണമേ. വിശ്വസ്തരും വിധേയത്വമുള്ളവരുമായി ആരാധനാക്രമത്തിന്റെ ഫലങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് നമ്മെ ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.